കഥയുടെ തുടക്കത്തിൽ നമ്മുടെ ഹീറോയിനായിട്ടുള്ള അന്നേനെയാണ് കാണിക്കുന്നത്. അന്ന ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവൾ ഒരുപാട് നേരം ഓവർ ടൈം ചെയ്തിട്ട് വീട്ടിലോട്ട് നല്ല ക്ഷീണിച്ചിട്ടാണ് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവളെ കാത്തുകൊണ്ട് തന്നെ അവളുടെ ഹസ്ബൻഡ് ഉണ്ട്. അങ്ങനെ ഹസ്ബൻഡുമായിട്ട് കുറച്ച് നേരം സമയം പങ്കിടുന്നുണ്ട്. പിന്നീട് അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയി കുളിക്കുകയാണ്. അതിന്റെ ഇടയിൽ അവരുടെ റൊമാൻസ് ഉണ്ട്. ഇതിനുശേഷം അന്നത്തെ രാത്രി എവഴി കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം ആവുന്ന നേരത്ത് ഹസ്ബൻഡ് എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് ഞെട്ടി എണീക്കും. എണീറ്റ് നോക്കുമ്പോഴാവട്ടെ ഇവരുടെ രണ്ടുപേരുടെയും മോളാണെങ്കിൽ അവിടെ അങ്ങനെ നിൽക്കുന്നു. അതുമല്ല ദേഹത്തെല്ലാം ഒരുപാട് ചോരയും പറ്റിയിട്ടുണ്ട്. ഇത് കാണുന്ന ഹസ്ബൻഡ് ആണെങ്കിൽ പതിയെ ആ കുട്ടിയുടെ അടുത്ത് ചെല്ലുകയാണ്. അതിനെന്താ പറ്റിയെന്ന് ചോദിച്ച് അടുത്ത് നിൽക്കുമ്പോഴായിരിക്കും അന്ന കൂടെ ഞെട്ടി എണീറ്റിട്ട് അങ്ങോട്ട് വരുന്നത്. പെട്ടെന്ന് അന്ന നോക്കുമ്പോൾ ആ ഒരു കുട്ടിയാണെങ്കിൽ ഹസ്ബൻഡിന്റെ കഴുത്ത് കടിച്ച് മുറിച്ചെടുക്കുകയാണ്. ഇത് കണ്ട് അന്ന പേടിച്ചു പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ കുട്ടീനെ തട്ടി ദൂരോട്ട് തെറിപ്പിക്കുകയാണ്. എന്നിട്ട് ഹസ്ബൻഡിനെ പിടിച്ചുകൊണ്ട് വന്ന് കട്ടിലിൽ കിടത്തിയിട്ട് ഹസ്ബൻഡിന്റെ കഴുത്തിലുള്ള മുറിവ് പൊത്തി പിടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ഒരുപാടധികം രക്തം പുറത്തോട്ട് പോവാണ്. ഹസ്ബൻഡിനെ രക്ഷിക്കാനായിട്ട് പറ്റിയില്ല അവളെ കൊണ്ട്. അവൾ പുറത്തോട്ട് ഫോൺ ചെയ്യാനായിട്ടും നോക്കുന്നുണ്ട്. എന്നിട്ട് യാതൊരു വഴിയില്ല. ഹസ്ബൻഡ് അവിടെ തന്നെ മരണപ്പെട്ടു പോവാണ്. എന്നാൽ ഈ മരിച്ചുപോയ ഹസ്ബൻഡ് ആണെങ്കിൽ വീണ്ടും എണീക്കുന്നുണ്ട്. എന്നിട്ട് അവളെ കടിക്കാനായിട്ട് വരികയാണ്. ഇത് കണ്ട് പേടിച്ചിട്ട് അവള് തൊട്ടടുത്തുള്ള ബാത്റൂമിൽ കയറി ഡോർ അടയ്ക്കും. അതുമല്ല ഇവൾ ഈ പേടിച്ചിട്ട് അവിടെ പോയി മറിഞ്ഞു വീഴുന്നുണ്ട്. വീണ്ടും അവൾ എണീറ്റ് വന്നിട്ട് ഹസ്ബൻഡിനെ വിളിച്ച് ചോദിക്കും, എന്താ പറ്റിയേ, എന്തിനാ നിങ്ങൾ എന്നെ ആക്രമിക്കാൻ വരുന്നതെന്ന്. പക്ഷേ ഹസ്ബൻഡ് ആണെങ്കിൽ ഡോറൊക്കെ പൊളിച്ചിട്ട് അകത്തോട്ട് കയറി വരികയാണ്. അന്നെ വിടത്തില്ല. അന്നയാണെങ്കിൽ ബാത്റൂമിന്റെ ആ ഒരു ജനലുണ്ടല്ലോ അത് തുറന്നിട്ട് എങ്ങനെയൊക്കെ പുറത്തോട്ട് പോകാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ഹസ്ബൻഡ് അവളുടെ കാലിൽ വന്ന് പിടിക്കുമ്പോൾ ഹസ്ബൻഡിനെ ചവിട്ടി തെറിപ്പിച്ചിട്ട് അവൾ താഴെ ചെന്ന് വീഴും. എന്നിട്ട് അവൾ എത്രയും പെട്ടെന്ന് തന്നെ ഓടി കാറിന്റെ അടുത്ത് വരികയാണ്. കാറിന്റെ അടുത്ത് വരുമ്പോൾ കുറേയധികം മനുഷ്യരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ചൊക്കെ ഓടുന്നുണ്ട്. അതുപോലെ ഒരു മനുഷ്യനാണെങ്കിൽ അവളുടെ നേരെ തോക്കും ചൂണ്ടി അങ്ങനെ നിൽപ്പുണ്ട്. അവളോട് അടുത്ത് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ ഇയാൾ റോഡിലാണ് നിൽക്കുന്നത്. പെട്ടെന്നൊരു കാർ വന്ന് ഇയാളെ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. അന്ന ഇത് നോക്കി നിൽക്കുമ്പോഴായിരിക്കും ഹസ്ബൻഡ് അങ്ങോട്ട് ഓടി വരുന്നത് അന്നേനെ ഉപദ്രവിക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ അന്ന കാറിൽ കയറുകയാണ്. കാറിന്റെ താക്കോലൊക്കെ അവളുടെ എങ്ങനെ ഉണ്ടായിരുന്നു. അതായത് ഇവളീ പേടിച്ചോടിയ സമയത്ത് എങ്ങനെയൊക്കെ എടുത്തോണ്ട് വന്നതാണ് ഈ താക്കോലൊക്കെ. അവൾ പെട്ടെന്ന് തന്നെ കാർ സ്റ്റാർട്ട് ആക്കുമ്പോൾ ഹസ്ബൻഡ് ഓടി വന്ന് കാറിൽ കയറുകയാണ്. കാറിന്റെ ചില്ലൊക്കെ അടിച്ച് പൊട്ടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അവൾ എങ്ങനെയൊക്കെ ഹസ്ബൻഡിനെയൊക്കെ തട്ടി മാറ്റി കാറൊക്കെ എടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ പോകുന്ന വഴിക്ക് ചുറ്റും നമ്മളെ കാണിക്കുകയാണ്. ആ ഒരു ഏരിയ എല്ലാം നശിച്ചു പോയിട്ടുണ്ട്. പല ജനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കടി കൂടുന്നൊക്കെയുണ്ട്. അതായത് ഈ മനുഷ്യര് സോംബിയായി മാറുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുകയാണ്. അങ്ങനെ അവൾ കാർ ഓടിച്ചു പോകുമ്പോൾ റോഡിന്റെ ഒരു സൈഡിൽ എത്താണ്. ഇനി മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. കാരണം റോഡിലെല്ലാം നല്ല ബ്ലോക്കാണ്. ആളുകൾ സോംബികളായിട്ട് തമ്മിൽ കടി കൂടുന്നത് അവൾ കാണുന്നുണ്ട്. അന്നേരമായിരിക്കും ഒരു മനുഷ്യൻ വന്ന് അവളുടെ കാറ് വലിച്ചു തുറക്കുന്നത്. ഈ കാറ് മോഷ്ടിച്ചിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട്. പക്ഷെ അന്ന വിട്ടുകൊടുക്കത്തില്ല. കാറ് മുമ്പോട്ട് എടുക്കുകയാണ്. അതുപോലെ അന്നയ്ക്ക് കൺട്രോളും ഇല്ല. അവളുടെ കാറിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടിട്ട് അവൾ എവിടെയൊക്കെ കൊണ്ട് ഇടിച്ചിട്ട് വണ്ടി റോഡിൽ നിന്ന് താഴെ പോവാണ്. താഴെ ഒരു കാടാണ്. അതിൽ പോയി അവിടെയുള്ള ഒരു മരത്തിൽ ഇടിക്കുന്നുണ്ട്. ഇടിച്ച് അവളുടെ ബോധം നഷ്ടപ്പെട്ടു പോവാണ്. കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും അവൾക്ക് ബോധം വരുന്നത്. ഒട്ടും വയ്യ. അവൾ വണ്ടിയിൽ നിന്ന് എങ്ങനെയൊക്കെ പുറത്തിറങ്ങുന്നുണ്ട്. സോംബികളൊന്നുമില്ല. അവൾ പുറത്തോട്ട് വന്ന് തലപൊക്കി നോക്കുമ്പോഴായിരിക്കും ഒരു പോലീസുകാരൻ അവളുടെ മുമ്പിൽ വന്ന് അങ്ങനെ നിൽക്കുന്നത്. അവളോട് എന്തെങ്കിലും സംസാരിക്കാനായിട്ട് പറയും. അവൾ സോംബി എല്ലാം ഉറപ്പ് വരുത്തിയില്ലെങ്കിൽ അയാൾ എന്തായാലും അന്നേനെ കൊന്നുകളയും. അന്ന എന്നെ രക്ഷിക്കൂ എന്ന് പറയും. അപ്പോൾ പോലീസുകാരന് മനസ്സിലാവും അന്ന സോംബി അല്ലാന്ന്. എന്തായാലും പോലീസുകാരൻ അങ്ങേറെ തോക്കും എടുത്തിട്ട് അവിടെ നിന്ന് നടന്നു തുടങ്ങും. പിന്നാലെ തന്നെ അന്നയും ചെല്ലുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ നടന്നു പോകുമ്പോഴായിരിക്കും പെട്ടെന്നൊരു വെടിശബ്ദം കേൾക്കുന്നത്. ഇവരുടെ നേരെ ആരോ ഷൂട്ട് ചെയ്തതാണ്. നോക്കുമ്പോൾ 3 മനുഷ്യര്. അതിലൊരാളാണെങ്കിൽ പേടിച്ചിട്ട് ഇവരുടെ നേരെ ഷൂട്ട് ചെയ്തതാണ്. അങ്ങേര് ഭർത്താവാണെങ്കിൽ കൂടെ നിൽക്കുന്ന പെണ്ണ് ഭാര്യയാണ്. രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ്. പിന്നെ വേറൊരു മനുഷ്യൻ കൂടെയല്ലേ. അയാൾക്ക് നമുക്ക് ജിമ്മി എന്ന് പേര് കൊടുക്കാം. ഇപ്പോ ഇവർക്ക് മനസ്സിലായി ഇവരാരും സോംബികളല്ല, സാധാ മനുഷ്യരാണെന്ന്. അതുകൊണ്ട് തന്നെ തോക്കൊക്കെ താത്തി വെച്ചിട്ട് ഇവരടുത്തോട്ട് ചെല്ലാം. അതുമല്ല പോലീസുകാരൻ ഇവരാരെയും മൈൻഡ് ചെയ്യുന്നില്ല. പതിയെ നടന്നിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോൾ ജിമ്മി ആണെങ്കിൽ വിളിച്ച് പറയുന്നുണ്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, അവിടെയുള്ള എല്ലാ മനുഷ്യരും സോംബിയായി മാറിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം ഇവിടെ അടുത്തുള്ളൊരു മാളാണ്. ആ മാളിൽ പോയിരിക്കുക എന്ന് പറയും. അങ്ങനെ ഇവരെല്ലാരും കൂടെ മാളിലോട്ട് പോവാണ്. അങ്ങനെ അവരവിടെ ചെല്ലുന്നുണ്ട്. മാളിന്റെ അകത്ത് കയറണമെങ്കിൽ ഡോറ് തുറക്കണമല്ലോ. അത് തുറക്കാനായിട്ട് നോക്കുമ്പോൾ കഴിയുന്നില്ല. എന്നാൽ അന്നേരമായിരിക്കും കുറേയധികം സോംബികൾ അങ്ങോട്ട് വരുന്നത്. പക്ഷെ പോലീസുകാരും വിടത്തില്ല. തോക്കെടുത്ത് കുറെ എണ്ണത്തിനൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഈ നേരം കൊണ്ട് ജിമ്മി വാതിൽ തുറന്നിട്ടുണ്ട്. എങ്ങനെയൊക്കെയോ എല്ലാ ആൾക്കാരും കൂടെ അകത്ത് കയറി ഡോർ അടയ്ക്കുകയാണ്. പക്ഷെ സോംബികൾ വന്ന് ഡോറിൽ പിടിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ അതിനെയൊക്കെ ഷൂട്ട് ചെയ്ത് തെറിപ്പിച്ചിട്ട് എങ്ങനെയൊക്കെ ഡോർ അടച്ച് കുറ്റിയിട്ട് അതിന്റെ അകത്ത് ഇരിക്കുന്നുണ്ട്. എന്തായാലും ഇവരെല്ലാരും കൂടെ നടന്ന് മാളിന്റെ നടുക്ക് വരുന്നുണ്ട്. അവിടെ വന്ന് വിശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മാളിൽ വേറെ സോംബികളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം. അതുകൊണ്ട് തന്നെ ഭാര്യനെ ഒരു സൈഡിൽ ഇരുത്തിയിട്ട് ഭർത്താവ് ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ജിമ്മിയും പോകുന്നുണ്ട്. ഇവർ രണ്ടുപേരും 2 വഴിക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ ഭാര്യയ്ക്ക് കാവൽക്കാരനായിട്ട് പോലീസുകാരനെ നിർത്തിയിട്ടുണ്ട്. ഈ ഭാര്യ പ്രഗ്നന്റ് ആണ് കേട്ടോ, അത് മറക്കല്ലേ. എന്തായാലും ഇപ്പൊ ഭർത്താവാണെങ്കിൽ നടന്നൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവന് പുറം ഭാഗം കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവിടെ തന്നെ ഡോറുണ്ട്. ആ ഡോറ് ചില്ല് ഗ്ലാസ് ആണ്. അതെല്ലാം പൂട്ടി വെച്ചേക്കാണ്. അന്നേരമായിരിക്കും അങ്ങോട്ടൊരു സോംബി വന്നിട്ട് ആ ഡോറ് വലിച്ചു തുറക്കാനായിട്ട് നോക്കുന്നത്. പക്ഷെ തുറക്കാനായിട്ട് പറ്റുന്നില്ല. ഇത് കണ്ട് ഭർത്താവ് പേടിച്ചിട്ട് അവിടെ നോടിപ്പോവാണ്. ഇതേ നേരം തന്നെ ജിമ്മി ഒരു സ്ഥലത്ത് വരുന്നുണ്ട്. ഈ മാളിന്റെ അകത്ത് തന്നെ വേറെ കുറെ കടകളുണ്ട്. അതുപോലത്തെ ഒരു കടയുടെ ഉള്ളിലാണ് വന്നിരിക്കുന്നത്. അവിടെ വന്ന് നോക്കുമ്പോൾ എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ്. ഒരു റൂമിൽ നിന്ന് ശബ്ദം കേൾക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ റൂം ചെന്ന് തുറന്നു നോക്കുമ്പോൾ
നോക്കുമ്പോൾ അതിനകത്താണെങ്കിൽ ഒരു സോംബി മറ്റൊരു മനുഷ്യനെ കടിച്ചു കീറി മാംസം തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന ജിമ്മി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഒരു ആയുധം എടുക്കുന്നുണ്ട്. അതെടുത്തിട്ട് അതുമായിട്ട് പോരാടാനായിട്ട് തുടങ്ങും. പക്ഷേ ആ സോംബി ആണെങ്കിൽ ജിമ്മിനെ വന്ന് താഴെ മറച്ചിടുകയാണ്. ഇതേ നേരം തന്നെ നമ്മുടെ ടീംസിനെ കാണിക്കുകയാണെങ്കിൽ, അതായത് പോലീസുകാരനെയും ഭാര്യനെയും അതുപോലെ തന്നെ അന്യനെയും കാണിക്കുകയാണെങ്കിൽ, ഇവരെല്ലാരും കൂടെ അവിടെ ഇരിക്കുമ്പോഴായിരിക്കും ഒരു സോംബി അവരെ വന്ന് ആക്രമിക്കുന്നത്. അതും ഭാര്യനെയാണ് ആക്രമിക്കുന്നത്. എന്നാൽ പെട്ടെന്നായിരിക്കും പോലീസുകാരൻ ചാടി വീണിട്ട് ആ സോംബിനെയും കൊണ്ട് തൊട്ടടുത്തുള്ള ഒരു വെള്ളക്കെട്ടിൽ പോയി വീഴുന്നത്. അവിടെ കിടന്നിട്ട് ഈ സോംബിയും അതുപോലെ തന്നെ പോലീസുകാരനും കൂടെ അടിയാവും. അന്നേരമായിരിക്കും അന്നയ്ക്ക് പോലീസുകാരന്റെ തോക്ക് താഴെ നിന്ന് കിട്ടുന്നത്. സോംബിയും അതുപോലെ തന്നെ അങ്ങേരും അടിയായപ്പോൾ തോക്ക് തെറിച്ചു പോയായിരുന്നു. അന്ന ആ തോക്ക് എടുത്തിട്ട് ആ സോംബിനെ നോക്കി ഒറ്റ പൊട്ടിയിലാണ്. അതിന്റെ തലയുടെ ഒരു ഭാഗത്ത് തന്നെ പോയി കൊള്ളുന്നുണ്ട്. ഈ നേരം കൊണ്ട് പോലീസുകാരൻ രക്ഷപ്പെട്ട് പുറത്തോട്ടിറങ്ങുകയാണ്. എന്നിട്ട് അവരെല്ലാരും കൂടെ അവിടെ ഓടാനായിട്ട് തുടങ്ങും. ഇതേ നേരം തന്നെ ജിമ്മിനെ കാണിക്കുകയാണെങ്കിൽ, ജിമ്മി ആ സ്ഥലത്തുണ്ടല്ലോ, അവനെ സോംബി താഴെ പിടിച്ചിട്ട് ഉപദ്രവിക്കുകയാണ്. പക്ഷെ അവന്റെയിലുള്ള ആ ഒരു മൂർച്ചയുള്ള ആയുധം വെച്ചിട്ട് ഈ സോംബിയുടെ തല നോക്കി തന്നെ കുത്തിയിറക്കുകയാണ്. ആ സോംബിനെ അവിടെ വെച്ച് തന്നെ കൊന്നു കളയുന്നുണ്ട്. പിന്നീട് ജിമ്മി കൂടെ പുറത്തോട്ടിറങ്ങി ഓടാണ്. ഇവരെല്ലാരും കൂടെ ഒന്നിക്കുന്നുണ്ട്. എല്ലാരും കൂടെ ഓടി ഒരു ലിഫ്റ്റിൽ വന്ന് കയറുന്നുണ്ട്. ആ ലിഫ്റ്റ് മുകളിലോട്ട് പോവാണ്. അങ്ങനെ മുകളിൽ ചെന്നിട്ട് ലിഫ്റ്റ് തുറക്കുമ്പോൾ ഇവരെല്ലാരും കൂടെ പേടിച്ച് തോക്കെടുത്ത് പുറത്തോട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ വല്ല സോംബികളോ ഉണ്ടെങ്കിലോ. അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും 3 സെക്യൂരിറ്റി ഗാർഡ്സ് അങ്ങോട്ട് വരുന്നത്. അവർ വന്നിട്ട് ഇവരോട് ഇവിടെ നിന്ന് തിരിച്ചു പോകാനായിട്ട് പറയും. നമ്മുടെ അന്നയോടും അതുപോലെ തന്നെ ടീംസിനോടുമാണ് ഇവിടെ നിന്ന് തിരിച്ചു പോകാനായിട്ട് പറയുന്നത്. പക്ഷെ അന്നയൊക്കെ കാല് പിടിച്ച് പറയുന്നുണ്ട്, ഞങ്ങളെ താഴോട്ട് പറഞ്ഞു വിടല്ലേ, അവിടെ മൊത്തം സോംബികളാണ്, ഞങ്ങൾക്ക് ജീവിച്ചിരിക്കാനായിട്ട് പറ്റത്തില്ല എന്ന്. പക്ഷേ ആ സെക്യൂരിറ്റിയിൽ തന്നെ മെയിൻ ആയിട്ട് ഒരുത്തനുണ്ട്. അവന്റെ പേര് CJ എന്നാണ്. അവൻ പറയും, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷെ ഇവിടെ ജീവിക്കാനായിട്ടോ അല്ലെങ്കിൽ ഇവിടെ താമസിക്കാനായിട്ടോ പറ്റത്തില്ല, നിങ്ങൾ പൊയ്ക്കോ, നിങ്ങളെ സോംബി കടിച്ചു കൊല്ലോ, എന്താന്ന് വെച്ചാൽ ചെയ്തോളാൻ. പക്ഷെ ഇവരുടെ ദയനീയ അവസ്ഥ കണ്ടിട്ട് CJയുടെ മനസ്സ് ചെറുതായിട്ടൊന്നും മാറാണ്. അതുകൊണ്ട് തന്നെ അവരോട് തോക്കും ബാക്കിയുള്ള ആയുധങ്ങളും തിരിച്ചു കൊടുക്കാനായിട്ട് പറയും. ഇവരുടെ കൊടുക്കാനായിട്ട് പറയും CJയുടെ. അങ്ങനെ CJ ആ തോക്കെല്ലാം വാങ്ങി വെക്കുകയാണ്. ഇവരെയും വിളിച്ചുകൊണ്ട് സെക്യൂരിറ്റി ഗാർഡ്സ് എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് വരുന്നുണ്ട്. എന്നിട്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയി ഇരിക്കാനായിട്ട് പറയാണ്. അതായത് ഈ CJയുടെ സ്വന്തം മാള് പോലാണ് അവൻ പെരുമാറുന്നത്. എല്ലാരോടും അവൻ ഇവിടുത്തെ ബോസും ബാക്കിയുള്ള ആൾക്കാരെല്ലാരും അടിമകളെ പോലെ അങ്ങനെയാണ് അവൻ പെരുമാറുന്നത്. എന്തായാലും ഇവരുടെ ദേഹത്തൊക്കെ ഒരുപാട് മുറിവ് പറ്റിയിട്ടുണ്ടല്ലോ. പോലീസുകാരന്റെ കൈ ആ ഒരു സോംബിയായിട്ട് പോരിട്ടപ്പോ മുറിഞ്ഞായിരുന്നു. പക്ഷെ സോംബി കടിച്ചൊന്നുമല്ല, ആ പൂളിൽ പോയി വീണപ്പോൾ മുറിഞ്ഞതാണ്. അത് തന്നെയാണെങ്കിൽ എന്തോ ബാൻഡേജ് വെച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അവള് നേഴ്സാണല്ലോ, അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ നല്ല ധാരണയാണ്. അതുപോലെ തന്നെ മറ്റേ ഭാര്യയ്ക്ക് നേരത്തെ സോംബിയായിട്ട് പോരാടിയപ്പോൾ കൈകൾ മുറിവേറ്റായിരുന്നു. സോംബി എന്തോ മാന്തേപ്പിച്ച് എന്തോ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഭർത്താവ് ആരും അറിയാതെ ഭാര്യനെ വിളിച്ചൊരു സ്ഥലത്ത് മാറി നിന്നിട്ട് അതിന് മുറിവ് വെച്ച് കെട്ടിക്കൊടുക്കുകയാണ്. ഇതിനുശേഷം ഇവരെല്ലാരും കൂടെ ടെറസിന്റെ മുകളിൽ കയറി വരുന്നുണ്ട്. ആ മാളിന്റെ ഏറ്റവും മുകളിൽ അവിടെ വന്നിട്ട് അവർ സഹായത്തിനായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുകയാണ്. ഇനിയിപ്പം ഇതിന്റെ മുകളിൽ വല്ല എയറോപ്ലെയിനോ ഹെലികോപ്റ്ററോ പോയാൽ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അവർ എഴുതിയൊക്കെ വെക്കുന്നുണ്ട്. നമ്മുടെ അന്നയും ബാക്കിയുള്ള ആൾക്കാരൊക്കെയാണ് എഴുതി വെക്കുന്നത്. മറ്റേ CJ ആണെങ്കിൽ, അതായത് സെക്യൂരിറ്റി ഗാർഡ് ആണെങ്കിൽ, ഇവരെ കൊണ്ട് എല്ലാവരെയും പണിയെടുപ്പിക്കുകയാണ്. അവനൊന്നും ചെയ്യുന്നില്ല, അവനൊരു ബോസിനെ പോലാണ് പെരുമാറുന്നത്. ഇവർ ഇത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ദൂരെയായിട്ടൊരു മനുഷ്യനെ കാണുന്നത്. തൊട്ടടുത്തുള്ള ഒരു ബിൽഡിങ്ങിൽ ഒരു മനുഷ്യനെ. പക്ഷെ അയാൾ ഇത്തിരി അധികം അകലെയാണ്. അയാൾക്ക് എന്തായാലും ഈ ബിൽഡിങ്ങിൽ വരാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ആളും ജീവനോടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അതേ നേരമായിരിക്കും മുകളിലൂടെ ഒരു ഹെലികോപ്റ്റർ പോകുന്നത്. ഇവരെല്ലാരും കൂടെ ചാടി ആ ഹെലികോപ്റ്ററിനെ വിളിക്കുകയാണ്. പക്ഷേ ആ ഹെലികോപ്റ്ററിലുള്ള ആൾക്കാർ ഇവരെ കാണുന്നില്ല, അല്ലെങ്കിൽ കണ്ടതുപോലെ നടിക്കുന്നില്ല. ആ ഹെലികോപ്റ്റർ അവിടെ നിന്ന് പോവുകയാണ്. എന്തായാലും ഇവരെല്ലാരും ആകെ വിഷമിച്ചിരിക്കുകയാണ്. ആ ഹെലികോപ്റ്റർ അവരെ കണ്ടിട്ട് നിർത്താതെ പോയില്ലേ. ഇനിയിപ്പോ അവരെ രക്ഷിക്കുന്ന സാഹചര്യത്തിലായിരുന്നു കാണത്തില്ല, അതായിരിക്കും നിർത്താതെ പോയത്. പിന്നീട് അന്ന് രാത്രിയാവുന്ന നേരത്ത് CJ ആണെങ്കിൽ അവരെ എല്ലാരെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരു സ്ഥലത്ത് പൂട്ടിയിടുകയാണ്. അതായത് ഇവരെ ഉപദ്രവിക്കുന്ന CJക്ക് പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസുകാരനെ, നമ്മുടെ അന്നേനെയും പിന്നെ ജിമ്മിനെയും ഭാര്യനെയും ഭർത്താവിനെയും ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് പൂട്ടിയിടുന്നുണ്ട്, ഒരു റൂമിൽ. അന്ന് രാത്രി ഇവരെല്ലാരും അവിടാണ് കിടന്നുറങ്ങുന്നത്. ബാക്കിയുള്ള 3 സെക്യൂരിറ്റീസിലെ CJയും അവന്റെ 2 കൂട്ടുകാരും, അവർ രണ്ടുപേരും കൂടെ സെക്യൂരിറ്റി റൂമിൽ വന്നിട്ട് TV ഒക്കെ കണ്ടങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും അന്ന് രാത്രി ഈ സെക്യൂരിറ്റികളെല്ലാം അവിടെ തന്നെ കിടന്നുറങ്ങുകയാണ്. പിറ്റേന്ന് രാവിലെ തന്നെ ആ മാളിൽ ഒരു അലാം ഉണ്ട്, അത് അടിക്കുകയാണ്. അതായത് ജോലിയൊക്കെ വരുമ്പോൾ താനെ തന്നെ അവിടുത്തെ ലൈറ്റ് ഒക്കെ കത്തും, അതേപോലത്തെ ഒരു അലാറം. അങ്ങനെ അത് ഓഫാക്കാനായിട്ട് പോകുന്നത് സെക്യൂരിറ്റികളുടെ കൂട്ടത്തിൽ തന്നെ ഒരു പയ്യനുണ്ട്. അവൻ ട്രെയിനിയാണ്, നമുക്ക് പയ്യനെന്ന് പറയാം. അവനാണ് പോകുന്നത്. അപ്പൊ അവൻ പോകുന്ന വഴിക്ക് നമ്മുടെ അന്നേനെ കാണുന്നുണ്ട്. അന്നയാണെങ്കിൽ അവരെ പൂട്ടിയിട്ട സ്ഥലത്ത് അങ്ങനെ നിൽക്കുകയാണ്. അന്ന അവനോട് തുറന്നു വിടാനായിട്ട് പറയുന്നുണ്ട്. അന്നയ്ക്ക് ബാത്റൂമിൽ പോകണം, ആ റൂമിൽ ബാത്റൂം ഇല്ല, അതുകൊണ്ടാന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ഈ പയ്യന് പാവം തോന്നിയിട്ട് അന്ന കിടക്കുന്ന റൂം തുറന്നു കൊടുക്കുകയാണ്. CJ അറിഞ്ഞാൽ വലിയ പ്രശ്നവും. പക്ഷേ അവൻ അന്നയുടെ ദയനീയ അവസ്ഥ കണ്ടിട്ട് അത് തുറന്നു കൊടുക്കുകയാണ്. പിന്നീട് പയ്യനാണെങ്കിൽ സെക്യൂരിറ്റി റൂമിൽ പോകുന്നുണ്ട് അത് ഓഫാക്കാനായിട്ട്. ഈ അലാമൊക്കെ ഓഫാക്കാൻ പറ്റുന്ന ഒരു സെക്യൂരിറ്റി റൂമുണ്ട്. അവിടെ തന്നെ കുറെ അധികം CCTV ഉണ്ട്. ഈ പയ്യൻ ആ CCTVയിൽ നോക്കുന്ന സമയത്ത് അന്നയാണെങ്കിൽ ഡ്രസ്സ് മാറാൻ പോകുന്നത് അവന് കാണാം. അന്നേരമായിരിക്കും വേറൊരു CCTVയിൽ, അതായത് ഈ മാളിന്റെ പുറത്തുള്ള CCTVയിൽ ഒരു ട്രക്ക് സോംബികളെല്ലാം ഇടിച്ചു തെറിപ്പിച്ച് ഈ ഒരു മാളിന് നേരെ വരുന്നത് അവൻ കാണുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ആൾക്കാർ ഈ വിവരം അറിയിച്ചിട്ട് ഇവരെല്ലാരും കൂടെ ടെറസിൽ കയറി ചെല്ലുകയാണ്, 3 സെക്യൂരിറ്റിമാരോട്. അപ്പോഴായിരിക്കും നമ്മുടെ അന്യൻ ടീംസൂടെ മുകളിലോട്ട് കയറി വരുന്നത്. അന്യനെയും ടീംസിനെയും കാണുമ്പോൾ CJക്ക് ആകെ ഭ്രാന്തളകിയത് പോലാണ്. നിങ്ങൾ എന്തിനാ ഇവിടെ
വന്നത്, നിങ്ങൾ താഴെ പോ, നിങ്ങൾ ആരാ തുറന്നു വിട്ടേന്നൊക്കെ പറഞ്ഞിട്ട് CJ പ്രശ്നം ഉണ്ടാക്കുകയാണ്. CJ മാത്രമല്ല, അവന്റെ കൂടെ വേറൊരുത്തനോടുണ്ട്, അവന്റെ ഒരു കൂട്ടുകാരനാണ്. പക്ഷെ നമ്മുടെ പയ്യനാണെങ്കിൽ പറയുന്നുണ്ട് അവരോട് വന്ന് നോക്കിട്ട് നമുക്ക് ഒരുമിച്ച് ഒരു ടീമായിട്ട് പോയാലേ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ CJ കേൾക്കത്തില്ല. അവൻ തോക്കെടുത്ത് നമ്മുടെ അന്നയുടെ നേരെ ചൂണ്ടാണ്, എല്ലാം കൂടെ താഴെ പോകുന്നു പറഞ്ഞിട്ട്. പക്ഷെ ഇത് നമ്മുടെ പോലീസുകാരന് കണ്ടു നിൽക്കാനായിട്ട് പറ്റുമോ? ഇല്ല, പോലീസുകാരൻ ചാടി വീണിട്ട് ഇവരെ ആക്രമിക്കുകയാണ്. കൂട്ടുകാരന്റെയും അതുപോലെ തന്നെ CJയുടെയും തോക്ക് തട്ടിപ്പറിക്കുകയാണ്. ഇവന്മാരിൽ ഇപ്പൊ തോക്കില്ല, ഇവന്മാരെ തടവിലും ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പയ്യനും ഇവരുടെ കൂടെ നിൽക്കുകയാണ്. ആരുടെ കൂടെ? നമ്മുടെ അന്നയുടെയും ടീംസിന്റെയും കൂടെ നിൽക്കുകയാണ്. CJനെയും അതുപോലെ തന്നെ CJന്റെ കൂട്ടുകാരനെയും കൂടെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോവുകയാണ്. എവിടെയെങ്കിലും കൊണ്ടുപോയി അടയ്ക്കാനായിട്ട് ഇവന്മാരെ പുറത്തു വിടുന്നത് ഭയങ്കര പ്രശ്നമാണ്. ഭയങ്കര ഭരണമല്ലേ ഇവന്മാര്? ബാക്കിയുള്ള ആൾക്കാർ അത് ഇത് ചെയ്യുന്ന പറഞ്ഞിട്ട് ഭയങ്കര ഭരണമല്ലേ? അതുകൊണ്ടാണ് ബാക്കിയുള്ള ആൾക്കാർ അടിച്ച് ഒരു മൂലയ്ക്ക് കൊണ്ടിടുന്നത്. എന്തായാലും ഇവരിപ്പോ വന്ന ആ ട്രക്കിനെ നോക്കാണ്. ട്രക്കിൽ കുറച്ചധികം മനുഷ്യരുണ്ട്, അവരകത്ത് കയറ്റണം. അപ്പൊ ആ ട്രക്കാണെങ്കിൽ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് അത് റിവേഴ്സിൽ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. താഴെ തന്നെ നമ്മുടെ ഭർത്താവും അതുപോലെ തന്നെ ജിമ്മി നിപ്പുണ്ട്. ജിമ്മി ആണെങ്കിൽ പുറത്തോട്ടിറങ്ങി അവരെ രക്ഷിക്കാന്നാണ് പറയുന്നത്. എന്നാൽ ഭർത്താവിന് നല്ല പേടിയുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും കൂടെ ഡോറ് തുറന്നിട്ട് പുറത്തോട്ടിറങ്ങി കുറെ അധികം സോംബികളെ വെടിവെച്ച് വീഴ്ത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആ ട്രക്കിൽ ഒരു മുത്തശ്ശനും മുത്തശ്ശിയെ കൊണ്ടോട്ടോ. ഇപ്പൊ ഭാര്യയും അതുപോലെ തന്നെ അന്നയും കൂടെ മുകളിൽ നിന്ന് താഴോട്ട് ഏണി ഇട്ട് കൊടുക്കുകയാണ്. ആ ഏണി വഴി ട്രക്കിൽ വന്ന ആൾക്കാർ മുകളിലോട്ട് കയറുകയാണ്. എന്നാൽ ഭർത്താവും അതുപോലെ തന്നെ ജിമ്മിയും കൂടെ പുറത്തായി പോയല്ലോ. ഇവരെങ്ങനെയൊക്കെ ആ സോംബിനെ ഷൂട്ട് ചെയ്തിട്ട് അകത്തോട്ട് കയറുകയാണ്. ഡോർ അടയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ കുറെ അധികം സോംബികൾ വന്ന് ആ ഡോർ പിടിക്കുകയാണ്. പക്ഷെ അവർ വിട്ടുകൊടുക്കത്തില്ല. എല്ലാത്തിനെയും കൂടെ ചവിട്ടി നിരത്തി കുറെ എണ്ണത്തിനെയൊക്കെ ഷൂട്ട് ചെയ്ത് തെറിപ്പിച്ചിട്ട് ഇവരെങ്ങനെയൊക്കെ ഡോർ അടയ്ക്കുകയാണ്. എല്ലാവരും കൂടെ അകത്തോട്ട് കയറി വരുന്നുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ തന്നെ കടിയേറ്റ് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടോ. ഒരു അമ്മമ്മേനെ ഇവരൊരു ഉന്ത് വണ്ടിയിൽ എടുത്തോണ്ട് പോവാണ്. ആ അമ്മയ്ക്ക് കടിയേറ്റിട്ടുണ്ട്. എന്തായാലും നമ്മുടെ അന്ന ഒരു നേഴ്സാണല്ലോ, അവൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഈ കടിയേറ്റ മനുഷ്യരെയൊക്കെ അവളെ പരിപാലിക്കുകയാണ്. അതുപോലെ തന്നെ ഇവർക്ക് ആർക്കും അറിയത്തില്ല ഈ സോംബി വൈറസ് കടിയേറ്റതിൽ കൂടെ ബാധിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവരും പേടിക്കുന്നൊന്നുമില്ല. ഇതെങ്ങനെ ബാധിക്കുന്നതെന്ന് ഇവർക്ക് ആർക്കും അറിയത്തില്ല. എന്തായാലും ഇവരുടെ കൂട്ടത്തിലുള്ള ആ ഒരു അമ്മമ്മേനെയില്ലേ അന്ന ശുശ്രൂഷിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ അവസ്ഥ വളരെയധികം ദയനീയകരമാണ്, ഒരുപാടധികം സീരിയസ് ആണ്. എപ്പോ വേണമെങ്കിലും മരണപ്പെട്ടു പോവാം. ഇപ്പൊ അന്നയാണെങ്കിൽ ആ ഒരു മുത്തശ്ശീനെ പരിപാലിക്കുകയാണ്. എന്നാൽ അവർ പെട്ടെന്ന് തന്നെ ആകെ വയ്യാതായി മരണപ്പെട്ടു പോവാണ്. അവർ ശ്വസിക്കുന്നില്ല, മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കുന്ന അന്നയാണെങ്കിൽ ആകെ വിഷമിച്ച് അങ്ങനെ ഇരിക്കും. പെട്ടെന്നായിരിക്കും ആ ഒരു മുത്തശ്ശിക്ക് ജീവൻ വരുന്നത്. ആ മുത്തശ്ശി ജീവൻ വന്നിട്ട് അന്നനെ ആക്രമിക്കാനായിട്ട് ചെല്ലുകയാണ്. ഇവളും പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടാനായിട്ട് തുടങ്ങും. എന്തോ ഒരു ആയുധം അവൾക്ക് കയ്യിൽ കിട്ടുന്നുണ്ട്. അതെടുത്ത് തിരിഞ്ഞ ആ മുത്തശ്ശിയുടെ തല നോക്കി ഒറ്റ കുത്താണ്. ആ ഒരു കുത്തിൽ മുത്തശ്ശി മരണപ്പെട്ടു പോയിട്ടുണ്ട്. തലയിൽ കുത്തേറ്റതാണ്, അതുകൊണ്ടാണ് മരണപ്പെട്ടു പോയത്. ഇപ്പൊ ഇത് കണ്ട് അവള് വരെ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം മരണപ്പെട്ടു പോയ ഒരു സ്ത്രീയാണെങ്കിൽ ജീവനോടെ വന്നിട്ട് ഇവരെ ആക്രമിക്കാനായിട്ട് തുടങ്ങിയില്ലേ. പിന്നീട് ഇതിനെപ്പറ്റി എല്ലാരും കൂടി ഇരുന്ന് ആലോചിക്കുകയാണ്. അതായത് പോലീസുകാരൻ, അന്ന, ജിമ്മി, ഇവരുടെ കൂടെ മുമ്പേ ഉള്ള ആൾക്കാരെല്ലാരും കൂടെ. അന്നയ്ക്കിപ്പം ഡൗട്ട് തോന്നിയിട്ടുണ്ട്. ആ മുത്തശ്ശിക്ക് കടി ഏറ്റിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണല്ലോ ഈ അസുഖം പിടിപെട്ടത്. മരണപ്പെട്ടു പോയ മുത്തശ്ശി സോംബിയായിട്ട് മാറിയത്. അപ്പൊ അവൾക്കൊരു കാര്യം മനസ്സിലായി, അതായത് കടിയേറ്റ ആൾക്കാർ സോംബിയായിട്ട് മാറും. സോംബിയായിട്ട് മാറിയ ഇവരെന്തായാലും ആക്രമിക്കുമെന്ന്. ഇത് പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ജിമ്മി അവിടെ നിൽപ്പുണ്ട്. അപ്പൊ ജിമ്മി എല്ലാവരോടും കൂടെ ഒരു കാര്യം പറയാണ്, ഇപ്പൊ വന്ന കൂട്ടത്തിൽ വേറെ കടിയേറ്റ ആൾക്കാരുണ്ട്, അവരെന്തായാലും കൊന്നു കളയണം, ഇല്ലെങ്കിൽ അവരവരെ ആക്രമിക്കും. ഇത് പറയുമ്പോൾ അന്ന സമ്മതിക്കത്തില്ല. അന്നയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓടിയിട്ട് ആ ട്രക്കിൽ വന്ന ഒരു അച്ഛനും മോളും ഉണ്ട്. ആ അച്ഛന് കടിയേറ്റിട്ടുണ്ട്. അച്ഛനോട് ചെന്ന് പറയും, നിങ്ങൾ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ടു പോക്കോ, നിങ്ങളെ കൊല്ലാനായിട്ട് ഇപ്പൊ ജിമ്മി വരുമെന്ന്. അതേ നേരം തന്നെ ജിമ്മിയും അതുപോലെ തന്നെ പോലീസുകാരനും വന്നിട്ടുണ്ട്. പോലീസുകാരൻ വരെ ജിമ്മിയുടെ സൈഡാണ്. കാരണം അങ്ങനെ ജീവനോടെ വെക്കുകയാണെങ്കിൽ എന്തായാലും അങ്ങനെ ബാക്കിയുള്ള ആൾക്കാരെ ആക്രമിക്കും. ഇപ്പൊ ജിമ്മി വന്നിട്ട് ഇയാളെ കൊല്ലാനായിട്ട് നിൽക്കുമ്പോൾ ഇയാളും മോളും പിരിയുന്നില്ല. മോളാണെങ്കിൽ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ഇത് കാണുന്ന അച്ഛനാണെങ്കിൽ ഒരു കാര്യം പറയും, അതായത് ഈ മോളുടെ 2 സഹോദരങ്ങൾ മരണപ്പെട്ടു പോയി ഈ ഒരു സോംബി അപ്പോക്കലിപ്സ് കാരണം. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ അമ്മയും മരണപ്പെട്ടു പോയി. ആകെ ഉള്ള അച്ഛനാണെങ്കിൽ ഇപ്പൊ കടിയേറ്റുകയാണ്. ഈ ഒരു ദയനീയ അവസ്ഥ കാണുമ്പോ അല്ലെങ്കിൽ ഇത് പറഞ്ഞപ്പോ ജിമ്മിക്കാണെങ്കിൽ ആകെ വിഷമം തോന്നി. ജിമ്മിക്ക് കൊല്ലാനായിട്ട് തോന്നുന്നില്ല. അവൻ ഇങ്ങനെ വിറച്ച് നിൽക്കുമ്പോഴായിരിക്കും അന്ന പറയുന്നത്, നീ അവരെ കൊല്ലാനായിട്ടല്ലേ വന്നത്, കൊല്ലടാ, നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ കൊല്ലടാ എന്ന് പറയുമ്പോൾ ജിമ്മി ഒന്നും ചെയ്യാതെ അനങ്ങാ പോറേ പോലെ അങ്ങനെ നിൽക്കുകയാണ്. അവന് തന്നെ മനസ്സിലായി അവൻ ചെയ്ത കാര്യം തെറ്റാണെന്ന്. എന്തായാലും ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഭർത്താവ് ഉണ്ടായിരുന്നു. ഭർത്താവിനൊരു കാര്യം മനസ്സിലായി, ഭാര്യയ്ക്ക് കടിയേറ്റിട്ടുണ്ട്. പക്ഷെ ചെറിയ രീതിയിലാണ് കടിയേറ്റിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ വന്ന് ഭാര്യനെ കാണാണ്. ഭാര്യയ്ക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഭാര്യ അവളുടെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള തുണികളൊക്കെ നോക്കുകയാണ്. ഈ മാളിനകത്ത് തന്നെ കുറെ അധികം ഷോപ്പ് ഉണ്ടല്ലോ, അതിലുള്ള ഒരു തുണിക്കടയില്. എന്തായാലും അവൻ ഭാര്യയോട് ഈ കാര്യം പറയുന്നില്ല, അവളെ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അവനും അറിയാം താമസിക്കാതെ തന്നെ ഭാര്യ ഒരു സോംബിയായിട്ട് മാറുമെന്ന്. അവള് പൂർണ്ണ ഗർഭിണിയാണ്, എപ്പോ വേണമെങ്കിലും പ്രസവിക്കാം. ഇതേ നേരം തന്നെ അച്ഛനെയും മോളെ കാണിക്കുകയാണെങ്കിൽ മോൾ അച്ഛനെ വിട്ട് പിരിഞ്ഞു പോകുന്നില്ല. അച്ഛൻ എന്തായാലും പെട്ടെന്ന് തന്നെ സോംബിയായിട്ട് മാറും. അതുകൊണ്ട് തന്നെ അച്ഛനാണെങ്കിൽ മോളോട് ഇവിടെ നിന്ന് പോകാനായിട്ട് പറയും. മോളും മനസ്സില്ലാത്ത മനസ്സോടുകൂടി അവിടെ നിന്ന് പോവാണ്. അതുമല്ല അച്ഛന് കാവൽക്കാരനായിട്ട് പോലീസുകാരൻ അവിടെ നിൽപ്പുണ്ട്. അച്ഛൻ എപ്പോൾ സോംബിയായിട്ട് മാറുന്നോ അന്നേരം തന്നെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. ഇപ്പൊ പോയ മോളാണെങ്കിൽ ഒരു സൈഡിൽ പോയി ഇരിക്കുമ്പോൾ അത് നമ്മുടെ പയ്യനാണെങ്കിൽ CCTV വഴി നിരീക്ഷിക്കുന്നുണ്ട്. അവൻ ആ പെൺകുട്ടിയോട് ചെറിയ രീതിയിൽ ക്രഷ് ഉണ്ട് കേട്ടോ. പിന്നെ അവള് പാവമാണെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലൊരു സ്നേഹമുണ്ട്. എന്തായാലും കുറച്ചു നേരം കഴിയുമ്പോൾ
കഴിയുമ്പോൾ അയാൾ ഒരു സോംബിയായിട്ട് മാറാണ്. ആര്? അച്ഛൻ സോംബിയായിട്ട് മാറിയത് നമ്മുടെ പോലീസുകാരൻ തോക്കെടുത്ത് അങ്ങനെ ഷൂട്ട് ചെയ്ത് കൊന്നു കളയാണ്. ഇതേ നേരം തന്നെ അന്ന ഒരു സ്ഥലത്ത് വിഷമിച്ചിരിക്കുകയാണ്. അങ്ങോട്ട് നമ്മുടെ ജിമ്മി വരുന്നുണ്ട്. അവളോട് ക്ഷമ പറയാണ്. എന്തായാലും രണ്ടുപേരും ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിച്ച് തീർക്കുകയാണ്. രണ്ടുപേരും അത്യാവശ്യം നല്ല സുഹൃത്തുക്കളായിട്ടുണ്ട്. പിന്നീടുള്ള ദിവസങ്ങളിൽ അവർക്ക് സമയം പോകണമല്ലോ, അതുകൊണ്ട് തന്നെ ഓരോ ആൾക്കാരും ഓരോ കാര്യങ്ങൾ ചെയ്യാണ്. പോലീസുകാരനാണെങ്കിൽ ഒരു സൈഡിൽ വന്നിരുന്നിട്ട് ചെസ് കളിക്കും. ആരുടെ കൂടെ? തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിൽ ഒരു മനുഷ്യനില്ലേ, അയാളുടെ കൂടെ ബൈനോക്കുലറൊക്കെ വെച്ചിട്ടാണ് ചെസ് കളിക്കുന്നത്. ഒരുപാട് സമയം എടുക്കും, പക്ഷെ കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരാണെങ്കിൽ താഴെയുള്ള സോംബികളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇവരുടെ തോക്കൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യാണ്. പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യും. അതുമല്ല, അങ്ങനെ നിൽക്കുന്നത് ഒരു തോക്ക് കടയിലാണ്. അവിടെ ഒരുപാട് ബുള്ളറ്റ് ഉണ്ട്. അതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഇവരുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയുണ്ട്. മറ്റേ ട്രക്കിൽ വന്നൊരു പെൺകുട്ടിയാണ്. അവൾക്ക് നമുക്ക് സുന്ദരി എന്ന് പേര് കൊടുക്കുക. ചുമ്മാ ഇരിക്കട്ടെ, എന്തായാലും ഒരു പേര് വേണ്ടേ. ഒരുപാടധികം ദിവസങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഒരു ദിവസം ഇവരെല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിയാണ്. അങ്ങനെ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് കറണ്ട് പോകുന്നത്. കറണ്ട് പോയാൽ എന്താ, താഴെ ഒരു ജനറേറ്റർ ഉണ്ട്, അത് പോയി ഓണാക്കണം. അങ്ങനെ എല്ലാ ആൾക്കാരും കൂടെ, ജിമ്മിയും അതുപോലെ തന്നെ സിജയും പിന്നെ സിജയുടെ കൂടെയുള്ള കൂട്ടുകാരനില്ലേ, ഈ മൂന്നുപേരും കൂടെ ജനറേറ്റർ ഓണാക്കാനായിട്ട് പോകും. സിജേനെയൊക്കെ ഒരു സ്ഥലത്ത് പൂട്ടിയിട്ടേക്ക് വരുന്നല്ലോ. ഇപ്പൊ സിജയ്ക്കൊന്നും വലിയ അധികാരമില്ല. കൂടുതൽ എന്തെങ്കിലും മിണ്ടുവാണെങ്കിൽ അവരെ കൊണ്ടുപോയി പൂട്ടിയിടും. അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരെ അവന്മാരെ അറിയും. കാരണം ആദ്യം വന്നപ്പോൾ സിജയ്ക്കൊക്കെ ഭയങ്കര അഹങ്കാരമല്ലായിരുന്നോ. ഇപ്പൊ ഇവരാണ്, അതായത് ജിമ്മി ബാക്കിയുള്ള ആൾക്കാരുമാണ് ഇവിടുത്തെ ബോസ്. അതുകൊണ്ട് തന്നെ സിജയ്ക്കൊക്കെ ഇവര് പറയുന്നത് കേട്ടേ പറ്റത്തുള്ളൂ. ഇതേ നേരം തന്നെ ഭർത്താവിനെ കാണിക്കുകയാണെങ്കിൽ ഭർത്താവ് ഭാര്യനെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടിട്ടുണ്ട്. അവള് പ്രസവിക്കാനായിട്ട് പോവാണ്. നല്ല രീതിയിൽ നിലവിളിക്കുന്നുണ്ട്. പക്ഷേ അവളടുത്ത് മിണ്ടാതിരിക്കാൻ പറയാണ്. അവൾ എങ്ങനെയൊക്കെ അതൊക്കെ കേൾക്കുന്നുണ്ട്. അവളുടെ ദേഹത്തെല്ലാം ഒരുപാടധികം നരമ്പുകൾ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതിനർത്ഥം അവളും അധികം വൈകാതെ തന്നെ സോംബിയാവും. പിന്നെ അവളുടെ വയറ്റിലൊരു കുട്ടിയുണ്ട്. അതിന്റെ കാര്യം അറിയാനായിട്ട് വയ്യ. ഇപ്പൊ വീണ്ടും ജിമ്മിനെയൊക്കെ കാണിക്കുകയാണെങ്കിൽ സിജെനെയൊക്കെ ജനറേറ്റർ ഇരിക്കുന്ന സ്ഥലത്തോട്ട് ചെല്ലാനായിട്ട് പറയും. അതായത് ജിമ്മിയുടെ കൂടെ വരാനായിട്ട് പറയും. പക്ഷെ സിജെ ഒന്നും കേൾക്കുന്നില്ല. കാരണം അവിടെ സോംബി ഉണ്ടെന്നാണ് സിജെയൊക്കെ പറയുന്നത്. പക്ഷേ സിജയോട് ഒന്നെങ്കിൽ കൂടെ വരാൻ പറയും, അല്ലെങ്കിൽ നിന്നെ പിടിച്ച് റൂമിൽ പൂട്ടിയിടുമെന്ന് പറയും. അതുകൊണ്ട് തന്നെ സിജെ കൂടെ വരാമെന്ന് പറയാണ്. അന്നേരമായിരിക്കും അങ്ങോട്ട് പോലീസുകാരനോട് വരുന്നത്. ഇവര് 4 പേരും കൂടെ അങ്ങോട്ട് കയറും. അതായത് ജനറേറ്റർ ഇരിക്കുന്ന സ്ഥലത്തോട്ട് കയറും. അതൊരു പാർക്കിംഗ് ലോട്ടാണ്. അപ്പൊ എപ്പോ ആണെങ്കിലും സോംബികൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സിജെ ആദ്യം ഒന്ന് പേടിച്ചത്. എന്തായാലും ഇവര് 4 പേരും കൂടെ ആ സ്ഥലത്തൂടെ നടക്കുകയാണ് ജനറേറ്റർ കണ്ടുപിടിക്കാനായിട്ട്. അവിടെ എല്ലാം നല്ല ഇരുട്ടാണ്. ഇവരുടെ വിളിച്ചുകൊണ്ട് അത് ഉപയോഗിച്ചിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്നായിരിക്കും ഇവരുടെ ചുറ്റും എന്തോ ഒരു സാധനം ഓടിപ്പോകുന്നതായിട്ട് ഇവർ കാണുന്നത്. ഇവര് സോംബിയാണെന്ന് വിചാരിച്ച് പേടിച്ച് നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്നൊരു നായ അങ്ങോട്ട് വരുന്നത്. ആ നായനെ ജിമ്മി അടുത്തോട്ട് വിളിക്കുകയാണ്. ജിമ്മി വിളിച്ചത് ആ നായ അടുത്ത് വരുന്നുണ്ട്. അതായത് അത് ഇണക്കമുള്ള നായയാണ്. ഇവരോട് ഇണങ്ങുന്നുണ്ട്. പെട്ടെന്നായിരിക്കും എന്തോ ഒരു സോംബി നമ്മുടെ സിജയുടെ കൂട്ടുകാരന്റെ മുതുകത്ത് ചാടി വീണിട്ട് അവനെ കടിക്കുന്നത്. ഇത് കണ്ടിട്ട് ബാക്കിയുള്ള ആൾക്കാർ ഓടാനായിട്ട് തുടങ്ങും. കൂട്ടുകാരൻ ഓടാനായിട്ട് തുടങ്ങും. പക്ഷെ കൂട്ടുകാരന് കടിയേറ്റത് കൊണ്ട് തന്നെ അവന് നന്നായിട്ട് പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു ശബ്ദം കേട്ടിട്ട് കുറെ അധികം സോംബികൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഈ സോംബികളെല്ലാം കൂടെ വന്നിട്ട് ഓടാൻ പറ്റാത്ത കൂട്ടുകാരനെ പിടിച്ച് താഴെയിട്ട് കടിച്ച് കീറുകയാണ്. സിജയ്ക്ക് ഇത് നോക്കി നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ. എന്തായാലും ഇവര് മൂന്നുപേരും കൂടെ ഓടി ഒരു നെറ്റിന്റെ അടുത്ത് വരുന്നുണ്ട്. അത് പൂട്ടിയിട്ടേക്കാണ്. പക്ഷെ തോക്ക് വെച്ച് എങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്ത് അത് പൊളിച്ചിട്ട് അകത്ത് കയറി ഡോർ അടയ്ക്കും. അന്നേരം തന്നെ കുറെ അധികം സോംബികൾ ഇവർക്ക് ചുറ്റും അങ്ങനെ വളഞ്ഞിട്ടുണ്ട്. അതുമല്ല, കുറെ സോംബികൾ ആ നെറ്റ് വഴി മുകളിലോട്ട് കയറി വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പോലീസുകാരനും അതുപോലെ തന്നെ സിജയും കൂടെ തോക്കെടുത്തിട്ട് ആ സോംബികൾക്ക് നേരെ ഷൂട്ട് ചെയ്യും. ഇതേ നേരെ ജിമ്മി ആണെങ്കിൽ അവിടെ തന്നെ ഒരു പെട്രോൾ കണ്ടുപിടിക്കുന്നുണ്ട്. അതായത് നമ്മൾ പെട്രോൾ പമ്പിലേക്ക് പോകുമ്പോൾ നോസിൽ വെച്ച് അടിക്കത്തില്ലേ, അതേപോലത്തെ സംഭവം. അവൻ ആ പെട്രോൾ എടുത്തിട്ട് എല്ലാ സോംബികളുടെ നേരെയും അടിച്ചു കൊടുക്കാനായിട്ട് തുടങ്ങും. എന്നിട്ട് എന്താ, നമ്മുടെ സിജയുടെ ലൈറ്റർ ഉണ്ടായിരുന്നു, ആ ലൈറ്റർ എടുത്ത് കത്തിച്ച് താഴെ ഇടും. പെട്ടെന്ന് തന്നെ ഒരു തീ താഴെ ചെന്ന് വീഴാണ്. ആ തീ കാരണം ഇവിടെ ഉള്ള എല്ലാ സോംബികളുടെ ദേഹത്തും തീ പിടിക്കുന്നുണ്ട്. ഒരു പൊട്ടിത്തെറി നടക്കുന്നുണ്ട്. ഈ പൊട്ടിത്തെറിയിൽ കുറെ അധികം സോംബികൾ ചത്തുപോകുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട്, ഈ സോംബികൾ കത്തി നശിക്കുന്ന കാര്യം കണ്ടുകൊണ്ട് നമ്മുടെ സിജയും അതുപോലെ തന്നെ ജിമ്മിയും പിന്നെ പോലീസുകാരനും നിൽപ്പുണ്ട്. പിന്നെ ഇവരുടെ കൂടെ വന്ന കൂട്ടുകാരൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം സോംബികൾ കടിച്ച് അവനെ കൊന്നു കളഞ്ഞു. ഇതേ നേരം തന്നെ ഭർത്താവിനെ കാണിക്കുകയാണെങ്കിൽ അവൻ ഭാര്യനെ പരിപാലിക്കുകയാണ്. അവളോട് പ്രസവിക്കാൻ പറഞ്ഞിട്ട് അവൾ പ്രസവിക്കുന്നില്ല. അവസാനം അവൾ അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു പോവുകയാണ്. അവൻ അവൾ മരണപ്പെട്ടു പോയെന്ന് മനസ്സിലാക്കിയിട്ട് ആകെ വിഷമിച്ച് അവളുടെ അടുത്ത് വരാണ്. അവൾക്ക് അവസാനമായിട്ട് കുറച്ച് ചുംബനം കൊടുക്കുകയാണ്. അപ്പോഴായിരിക്കും വയറ്റിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. അവൻ പതിയെ പോയി തല വെച്ച് നോക്കുമ്പോൾ ആ വയറ് വഴി ഒരു കുട്ടി ചവിട്ടി പുറത്തോട്ട് വരാനായിട്ട് നോക്കുന്നുണ്ട്. ഇത് കണ്ട് പേടിച്ച് നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് അവന്റെ ഭാര്യ എണീക്കുന്നത്. അതായത് അവളൊരു സോംബിയായി മാറിയിട്ടുണ്ട്. അവനെ ആക്രമിക്കാനായിട്ട് വരും. അതുപോലെ നല്ല രീതിയിൽ അലറുന്നുണ്ട്. ഇപ്പൊ അവൻ എന്താ ചെയ്യുന്നത്, അവളുടെ വാ എങ്ങനെയെങ്കിലുമൊക്കെ കെട്ടിവെക്കണമെന്നല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരു സാധനം എടുത്തിട്ട് അവളുടെ വാ കെട്ടിവെക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അവള് കടിക്കാനായിട്ട് വരുമല്ലേ. എന്നാലും അവൻ വെറുതെ വിടത്തില്ല. എങ്ങനെയൊക്കെ അവളുടെ വായിൽ പിടിച്ചിട്ട് അത് കെട്ടിവെക്കുകയാണ്. ഇതേ നേരം തന്നെ അന്നയും അതുപോലെ തന്നെ ഒരു മുത്തശ്ശിയും, അതായത് ഇവരുടെ കൂട്ടത്തിലുള്ള വേറൊരു മുത്തശ്ശിയും പിന്നെ മറ്റേ സുന്ദരിയും കൂടെ അവിടെ ഇരിപ്പുണ്ട്. ഇപ്പൊ അന്നയാണെങ്കിൽ കുറെ നാളായി ഭാര്യനെ കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ മുത്തശ്ശിയോട് ഭാര്യ ഒന്ന് പോയി നോക്കാമോ, അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊണ്ട് കൊടുക്കാമോ എന്ന് ചോദിക്കും. അതായത് നമ്മുടെ ഭർത്താവാണെങ്കിൽ കുറെ അധികം നാളായിട്ട് ഭാര്യനെ പുറത്ത് കാണിക്കുന്നില്ല. കാരണം ഭാര്യ ഇൻഫെക്റ്റഡ് ആയി വരുമല്ലായിരുന്നോ. അപ്പോ ഇപ്പൊ ആ മുത്തശ്ശിയോട് നമ്മുടെ അന്ന പറയുന്നുണ്ട് എന്തായാലും ആ ഒരു പെൺകുട്ടിനെ പോയി നോക്കിയിട്ട് വരാൻ. അങ്ങനെ
മുത്തശ്ശി കഴിക്കാനായിട്ട് കുറെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഭാര്യയും ഭർത്താവും ഉള്ള സ്ഥലത്ത് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ എല്ലാം ഒരുമാതിരി കിടക്കാണ്. അതായത് അവിടെ ആൾതാമസം ഇല്ലാത്തതുപോലെ. പക്ഷെ മുത്തശ്ശിയാണെങ്കിൽ പതിയെ പതിയെ ഉള്ളിലോട്ട് കയറുകയാണ്. എന്തായാലും മുത്തശ്ശി ഉള്ളിലോട്ട് വന്ന് നോക്കുമ്പോഴാവട്ടെ ഭർത്താവ് അവിടെ അങ്ങനെ നിൽപ്പുണ്ട്. കയ്യിൽ ഒരു കുട്ടിയുണ്ട്. അവനത് പെൺകുട്ടിയാണെന്ന് പറയുന്നുണ്ട്. മുത്തശ്ശി പിന്നെയും തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ തന്നെ ആ പെൺകുട്ടിയുണ്ട്, അതായത് ഭാര്യയുണ്ട്. അവളൊരു സോംബി ആയിട്ട് മാറിയിട്ടുണ്ട്. മുത്തശ്ശി ഒന്നും ചിന്തിക്കത്തില്ല, തോക്കെടുത്ത് ആ സോംബിക്ക് നേരെ ഷൂട്ട് ചെയ്ത് അവളെ കൊന്നുകളയാണ്. കറക്റ്റ് തലയ്ക്ക് തന്നെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയുന്നുണ്ട്. ഇത് ഭർത്താവിന് കണ്ടു നിൽക്കാനായിട്ട് പറ്റത്തില്ല. അവന്റെ ഒരു തോക്കുണ്ട്. ആ തോക്കെടുത്തിട്ട് മുത്തശ്ശിക്ക് നേരെ ഷൂട്ട് ചെയ്യും. മുത്തശ്ശി ഒന്നും ചിന്തിക്കത്തില്ല, തിരിച്ച് ഷൂട്ട് ചെയ്യും. രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഈ ശബ്ദം പുറത്തുള്ള ആൾക്കാരെല്ലാരും കേൾക്കുന്നുണ്ട്. അവരാണെങ്കിൽ ആ ഒരു സ്ഥലത്തോട്ട് ഓടി വരികയാണ്. ആര്? അന്യൻ ടീംസും. അന്ന വന്ന് നോക്കുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ വെടിയേറ്റ് താഴെ കിടപ്പുണ്ട്. പക്ഷെ സോംബി കടിച്ചതാണോ വെടിയേറ്റതാണോ ഒന്നും അറിയാൻ പാടില്ല. അന്ന വന്ന് അടുത്ത് നോക്കുമ്പോൾ വെടിയേറ്റതാണ്. അതുമല്ല ഭർത്താവിന് നോക്കുമ്പോൾ അവനും വെടിയേറ്റ് കിടപ്പുണ്ട്. എന്തായാലും മുത്തശ്ശി അവിടെ തന്നെ വെച്ച് മരണപ്പെട്ടു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഭർത്താവ് മരണപ്പെട്ടു പോകുന്നുണ്ട്. ഇപ്പൊ ഇവരെല്ലാരും കൂടെ ഭർത്താവിന്റെ കയ്യിൽ എന്തോ ഒരു ടവൽ കണ്ടിട്ട് അടുത്തോട്ട് ചെന്ന് നോക്കും. അവിടെ ചെന്ന് നോക്കുമ്പോൾ അതൊരു സോംബി കുട്ടിയാണ്. അതിന് ജീവനുണ്ട്. അതുപോലെ തന്നെ ഭാര്യ മരണപ്പെട്ട് കിടക്കുമല്ലേ. ഇപ്പൊ അന്നയ്ക്കൊരു കാര്യം മനസ്സിലായി, ആ കുട്ടീനെ അങ്ങനെ ജീവിപ്പിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ ഒരു തോക്ക് എടുത്തിട്ട് ആ കുട്ടീനെ അവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. പിന്നീട് അവരെല്ലാരും കൂടെ ഹാളിൽ കൂടുന്നുണ്ട്. ഈ മരിച്ചുപോയ ആൾക്കാരുടെ ബോഡി എല്ലാം കൂടെ അവിടെ എടുത്തോണ്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും മരിച്ചു പോയതല്ലേ, അതുകൊണ്ട് തന്നെ ഒരു ഫ്യൂണറലൊക്കെ നടത്തുന്നുണ്ട്. എല്ലാരും കൂടെ ഒരുമിച്ച് കൂടി എന്തോ ഒരു പ്രാർത്ഥനയോ അങ്ങനത്തെ എന്തോ. ഇതിനുശേഷം ഇവരെല്ലാരും കൂടെ പോയിട്ട് ബസ് പണിയാനായിട്ട് തുടങ്ങും. കാരണം ഇവർക്ക് മനസ്സിലായി ഈ മാളിൽ നിൽക്കുകയാണെങ്കിൽ ഇവരെ പോലെ തന്നെ അവർ സോംബിയായിട്ട് മാറുമെന്ന്. അതുകൊണ്ട് തന്നെ ഒരു ബസ് നല്ല രീതിയിൽ പണിയുന്നുണ്ട്. അതിന്റെ ചുറ്റും കുറെ അധികം കഠിനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെക്കുകയാണ്. അതായത് സോംബികൾ വരുവാണെങ്കിൽ അതിന് ഇടിച്ച് തെറിപ്പിച്ച് പോകാൻ പറ്റുന്ന കുറെ അധികം കാര്യങ്ങൾ. അതുപോലെ തന്നെ നെറ്റുകള്, സോംബികൾക്ക് അവരെ പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കുറെ അധികം നെറ്റൊക്കെ വെച്ച് മൂടുന്നുണ്ട് ബസ്സിനെ. എത്ര സുരക്ഷിതാക്കാൻ പറ്റുമോ അതുപോലെ തന്നെ ഒരു വലിയ മോൺസ്റ്റർ ട്രക്കാക്കി മാറ്റുന്നുണ്ട്. അതും ഒരു ബസ്സല്ല, 2 ബസ് അവർ പണിതെടുക്കുന്നുണ്ട്. പിന്നെ CJ ആണെങ്കിൽ ഒരു ബസ്സിന്റെ അകത്ത് കുറച്ചധികം പെട്രോൾ നിറച്ചു വയ്ക്കുന്നുണ്ട്. അതായത് പോകുന്ന വഴിക്ക് പെട്രോളും എല്ലാം തീരുകയാണെങ്കിൽ പെട്രോൾ അടിച്ചിട്ട് ഇനിയും പോകാമല്ലോ. പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എന്തെങ്കിലും ആവട്ടെ. എന്തായാലും ഇവർ പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പോലീസുകാരനാണെങ്കിൽ ടെറസിൽ കയറി വന്നിട്ട് അങ്ങേറെ സുഹൃത്തിനോട് നമ്മൾ 5 ദിവസത്തിനകം ഇവിടെ നിന്ന് പോകുമെന്ന് പറയുന്നുണ്ട്. അങ്ങേരെയും കൂടെ കൊണ്ടുപോകണമല്ലോ, അതുകൊണ്ട് തന്നെ റെഡി ആയിട്ടിരിക്കാനാണ് പറയുന്നത്. എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ മനുഷ്യനാണെങ്കിൽ ബോർഡിൽ എഴുതി കാണിക്കുന്നുണ്ട് അയാൾക്ക് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കാനായിട്ട് കിട്ടുമെന്ന്. പിന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതായത് ഇവർ വൈറ്റ് ബോർഡിൽ എഴുതിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. ഇതേ നേരം തന്നെ അന്നനെയും അതുപോലെ തന്നെ ജിമ്മിനെയും കാണിക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഈ കാലം കൊണ്ട് നല്ല രീതിയിൽ അടുത്തിട്ടുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിക്കാനായിട്ട് തുടങ്ങുകയാണ്. അതുപോലെ തന്നെ ഉമ്മയും വയ്ക്കുന്നുണ്ട്. പിന്നീട് അവരെല്ലാരും കൂടെ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിന് ഒരുമിച്ച് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ അന്നേരമായിരിക്കും പോലീസുകാരൻ എല്ലാവരോടും കൂടെ പറയുന്നത്, അതായത് ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിങ്ങിലുള്ള ആളെ കൊണ്ടുപോകണം. അതല്ല നമ്മൾ പോകാനായിട്ട് ഇനി കുറച്ച് ദിവസമുണ്ട്, പക്ഷെ അയാൾക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഫുഡ് എത്തിക്കണമെന്ന്. പക്ഷെ ഇവർക്ക് ആർക്കും അറിയത്തില്ല എങ്ങനെ ഫുഡ് എത്തിക്കണമെന്ന്. അന്നേരമായിരിക്കും മറ്റേ മോളുണ്ടല്ലോ, അതായത് അച്ഛൻ മരണപ്പെട്ടു പോയ ആ മോള്, അവൾ ആ പട്ടീനെ എടുത്തിട്ട് അവിടെ കളിപ്പിക്കുന്നത്. അതായത് നേരത്തെ കണ്ട പട്ടീനെ ഇവരെടുത്ത് വളർത്തിയിട്ടുണ്ട്. ആ പെൺകുട്ടിക്കാണ് ആ പട്ടിയുടെ ഏറ്റവും കൂടുതൽ അടുപ്പം. ഇപ്പൊ പോലീസുകാരന് ഒരു ഐഡിയ തോന്നുകയാണ്. പിന്നീട് എന്താ, ആ പട്ടിയുടെ ദേഹത്ത് കുറച്ചധികം ഫുഡും അതുപോലെ തന്നെ വോക്കി ടോക്കിയും കെട്ടിവെച്ചിട്ട് ഈ സോംബികളുടെ ഇടയിലൂടെ ഇറക്കി വിടുകയാണ്. ഇത് കാണുന്ന ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ കരയാനായിട്ട് തുടങ്ങും. എന്റെ പട്ടീനെ അവർ പിടിച്ച് തിന്നുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ പട്ടീനെ അവരാരും ഒന്നും ചെയ്യുന്നില്ല. പട്ടീനെ മൈൻഡ് ആക്കുന്ന പോലെയുള്ള ഈ പട്ടിയാണെങ്കിൽ വിസിലടിക്കുന്ന സമയത്ത്, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ബിൽഡിങ്ങിലുള്ള ആളാണെങ്കിൽ വിസിലടിക്കുന്ന സമയത്ത് ഈ പട്ടി വിസിലിന്റെ ശബ്ദം കേട്ടെടുത്തോട്ട് പോകുന്നുണ്ട്. ഇത് ട്രെയിൻ ചെയ്തിട്ടുള്ള പട്ടിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ആ പട്ടി ആ ബിൽഡിങ്ങിനടുത്തുള്ള ഡോറിന്റെ അടുത്ത് വരുന്നുണ്ട്. അന്നേരം ആ മനുഷ്യൻ ഡോറ് തുറന്നു കൊടുക്കുകയാണ്. ഡോറിന്റെ അടിവശത്തുള്ള ചെറിയൊരു അറ അത് തുറന്നു കൊടുത്തതും പട്ടി അകത്തോട്ട് കയറി വരുന്നുണ്ട്. പിന്നാലെ തന്നെ കുറെ അധികം സോംബികളും കയറി വരുന്നുണ്ട്. അങ്ങേർക്ക് അത് തടയാനായിട്ട് കഴിഞ്ഞില്ല. ഇതേ നേരം തന്നെ നമ്മുടെ ടീംസിനെ കാണിക്കുകയാണെങ്കിൽ അവർ ആ ബിൽഡിങ്ങിന്റെ ഓപ്പോസിറ്റ് നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. അവർ വോക്കി ടോക്കി എടുത്ത് സംസാരിക്കാനായിട്ട് തുടങ്ങും. ആ പട്ടി അകത്ത് കയറി പോയില്ലായിരുന്നോ, അപ്പോൾ വോക്കി ടോക്കി എന്തായാലും ആ മനുഷ്യന്റെ കയ്യിൽ കിട്ടി കാണും. അങ്ങേരോട് സംസാരിക്കുമ്പോൾ അങ്ങേര് വോക്കി ടോക്കി എടുത്ത് തിരിച്ച് സംസാരിക്കുകയാണ്. അതായത് അങ്ങേരെ ഏതോ ഒരു മനുഷ്യൻ കടിച്ചു, സോംബി തന്നെയാണ് കടിച്ചത്, പക്ഷേ നമുക്ക് എങ്ങനെയും രക്ഷപ്പെട്ടു പോകാം, ഞാൻ ആ ഒരു ബ്ലീഡിംഗ് ഒക്കെ നിർത്തിയിട്ടുണ്ടെന്നാണ് അങ്ങേര് പറയുന്നത്. എന്നാൽ ഇവർക്കറിയാം സോംബി കടിച്ചാൽ അങ്ങേര് എന്തായാലും സോംബി ആയിട്ട് മാറുമെന്ന്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി അങ്ങേരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ അങ്ങേർക്ക് അറിയത്തില്ല അങ്ങേര് സോംബി ആയിട്ട് മാറുമെന്ന്. അതുകൊണ്ടാണ് അങ്ങേര് അങ്ങനെ സംസാരിച്ചത്. ഇതേ നേരം തന്നെ ഇവരെല്ലാവരും എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ്. താഴോട്ട് നോക്കുമ്പോൾ മറ്റേ മോളാണെങ്കിൽ ഒരു വണ്ടി എടുത്തോണ്ട് പോയിട്ട് സോംബികളൊക്കെ ഇടിച്ചു തെറിപ്പിച്ച് ഓപ്പോസിറ്റ് ഉള്ള മനുഷ്യന്റെ വീട്ടിൽ കയറി ചെല്ലുന്നുണ്ട്. ഇപ്പൊ ഈ പെൺകുട്ടി ഇങ്ങനെ ചെയ്യുന്നവർ ആരും കരുതിയില്ല. കാരണം അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പട്ടിയാണല്ലോ അവർ പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് തന്നെ അതിനെ സോംബി പിടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവൾ ഈ ഒരു മണ്ടത്തരം ചെയ്തത്. അതുമല്ല, അവൾ പോയ സമയത്ത് വോക്കി ടോക്കി എടുത്തോണ്ട് പോയിട്ടുണ്ട്. നമ്മുടെ പയ്യന് അവളോട് ഇഷ്ടമാണല്ലോ, അവൻ വോക്കി ടോക്കി വഴി സംസാരിക്കാനായിട്ട് തുടങ്ങും. എന്നാൽ അവളാണെങ്കിൽ നല്ല രീതിയിൽ പേടിക്കുകയാണ്. ഞാൻ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഇയാളാണെങ്കിൽ എന്തോ പോലെയാണ് പെരുമാറുന്നത്, എന്നെ കടിക്കാനായിട്ട് വരുന്നുണ്ട്, ഞാൻ ഇവിടുത്തെ ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുകയാണ്, എന്നെ രക്ഷിക്കാനായിട്ട് വരുമെന്ന്. അതുപോലെ തന്നെ അവൾ പട്ടീനെ സേഫ് ആക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ പട്ടി അവിടെ നിന്ന് ഓടിപ്പോയി കാണണം. പട്ടീനെ ഈ സോംബികളൊന്നും ചെയ്യത്തില്ലല്ലോ. എന്നാൽ എവള് കാണിച്ചത് വെറും മണ്ടത്തരമാണ്. ഇപ്പൊ ആ
ആ പെൺകുട്ടീനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയില്ലേ പറ്റൂ. അതുകൊണ്ട് തന്നെ അവരെല്ലാരും കൂടെ അണ്ടർഗ്രൗണ്ടിൽ വരുന്നുണ്ട്. താഴെ തന്നെ ചെറിയൊരു പൈപ്പ് ലൈൻ ഉണ്ട്. ആ ഒരു ലൈനിലൂടെ പോവുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിന്റെ അടുത്ത് എത്താനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഇവരെല്ലാരും കൂടെ പുറത്തോട്ടിറങ്ങി വരികയാണ്. പിന്നെ അവിടെ ഒരു ഡോർ ഉണ്ട്. അത് അടഞ്ഞു പോയാൽ തുറക്കാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ തുറന്നിട്ടിട്ട് പോകാനായിട്ടും പറ്റത്തില്ല. സോംബികൾ വല്ലതും ഉണ്ടെങ്കിൽ ഇതുവഴി മുകളിലോട്ട് കയറി ചെല്ലും. അതായത് ബാക്കിയുള്ള ആൾക്കാരുള്ള ബിൽഡിങ്ങിൽ കയറി ചെല്ലും. അത് വലിയ പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഒരു റിച്ച് മനുഷ്യനുണ്ട്, ഒരു ബിസിനസ് മാൻ ഉണ്ട്. അങ്ങനെയോട് അവിടെ നിൽക്കാനായിട്ട് പറയും. എന്നിട്ട് ഇവരുടെ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാർ, അതായത് പയ്യൻ, CJ, പോലീസുകാരൻ, ജിമ്മി, അതുപോലെ തന്നെ ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു അപ്പൂപ്പൻ, ഇവരെല്ലാരും കൂടെ ആ ഒരു പൈപ്പ് വഴി നടന്നിട്ട് ഒരു ഓടയുടെ ഭാഗത്ത് വരുന്നുണ്ട്. അത് തുറക്കാണ്. അത് തുറന്നിട്ട് ഇവരെല്ലാരും കൂടെ പുറത്തോട്ട് വരുന്നുണ്ട്. അന്നേരമായിരിക്കും സോംബികൾക്ക് ഇവരെ മനസ്സിലാക്കാൻ പറ്റുന്നത്. സോംബികളെല്ലാം കൂടെ ഇവരെ വന്നിട്ട് ആക്രമിക്കാനായിട്ട് തുടങ്ങും. പക്ഷെ അവരുടെ തോക്കല്ലേ ഇരിക്കുന്നത്. അത് വെച്ചിട്ട് ബാക്കിയുള്ള സോംബികളെല്ലാരെയും ഷൂട്ട് ചെയ്തിട്ട് ആ ഒരു മനുഷ്യനുള്ള ബിൽഡിങ്ങിൽ ചെല്ലും. അതായത് നേരത്തെ അവർ ഭക്ഷണം കൊടുത്തു വിട്ടില്ലേ, ഇപ്പൊ സോംബിയായിട്ട് മാറിയ മനുഷ്യൻ, അങ്ങനെ ബിൽഡിങ്ങിൽ എങ്ങനെയൊക്കെ അവർ അകത്ത് കയറുകയാണ്. അതൊരു തോക്ക് കടയാണല്ലോ. അവിടെ നിന്ന് കുറേയധികം ബുള്ളറ്റും കുറേയധികം സാധനങ്ങളും എടുക്കുന്നുണ്ട്. അന്നേരമായിരിക്കും ശബ്ദം കേൾക്കുന്നത്. എന്തോ ടപ്പ എന്ന് പറഞ്ഞ ശബ്ദം കേൾക്കുന്നത്. ഇവർ പോയി നോക്കുമ്പോൾ ഇവർ കണ്ട മനുഷ്യനില്ലേ, അയാൾ ഒരു സോംബിയായിട്ട് സ്വന്തം തല കൊണ്ടുവന്നിട്ട് ആ പെൺകുട്ടി ഒളിച്ചിരിക്കുന്ന ബാത്റൂമിൽ കൊണ്ടിട്ട് ഇടിക്കുകയാണ്. ഇത് കാണുന്ന പോലീസുകാരനാണെങ്കിൽ തോക്കെടുത്ത് ഒറ്റ പൊട്ടിയിലാണ്. ആ പൊട്ടിയിൽ അങ്ങേര് മരണപ്പെട്ടു പോകുന്നുണ്ട്. അതായത് സോംബി മരണപ്പെട്ടു പോകുന്നുണ്ട്. ആ പെൺകുട്ടീനെ രക്ഷിക്കുകയാണ്. അവൾ ബാത്റൂമിൽ തന്നെ സോംബി കടിയൊന്നും കൊള്ളാതെ അതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അവളുടെ കൂടെ ആ ഒരു നായയില്ല. ആ നായ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ ഇവരെല്ലാരും കൂടെ പുറത്തോട്ടിറങ്ങാണ്. ഇവരെ ആക്രമിക്കാനായിട്ട് കുറേയധികം സോംബികളുണ്ട്. ഇവർ ഓടി എങ്ങനെയൊക്കെയോ ആ ഒരു ഓടയ്ക്കകത്ത് ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു അപ്പാപ്പനില്ലേ, ആ അപ്പാപ്പന് നല്ല വേഗതയിലൊന്നും ഓടാനായിട്ട് പറ്റില്ല. അങ്ങനെ വന്ന് കുറേയധികം സോംബികൾ കടിയുന്നുണ്ട്. ഇങ്ങനെ മറിഞ്ഞ് താഴെ ചെന്ന് വീഴാണ്. അതുമല്ല ഇവർക്ക് ആ ഓട അടയ്ക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ കുറേയധികം സോംബികൾ താഴെ വന്ന് വീഴുമ്പോൾ ഇവരെല്ലാവരും ഓടുകയാണ്. ആ അപ്പാപ്പന് ഇതേ നേരം തന്നെ കുറേയധികം സോംബികൾ വളഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അപ്പാപ്പന് രക്ഷപ്പെട്ടു പോകാനായിട്ട് പറ്റിയില്ല. നമ്മുടെ CJയോട് അപ്പാപ്പനെ ഷൂട്ട് ചെയ്യാനായിട്ട് പറയാണ്. എന്തായാലും ഇത്രയധികം ക്രൂരത അനുഭവിപ്പിക്കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ CJ തോക്കെടുത്ത് അങ്ങനെ കൊന്നു കളയാണ്. പിന്നീട് ഇവരെല്ലാരും കൂടെ ഓടാനായിട്ട് തുടങ്ങും. ഇവർ ഓടി മറ്റേ ബിസിനസ് മാനെ നിർത്തിയില്ലേ, അതായത് ഡോറ് നോക്കാൻ നിർത്തിയില്ലേ, അവിടെ വരും. പക്ഷെ ഡോറിലിട്ട് കൊട്ടുമ്പോൾ അങ്ങേര് അവിടെ ഇല്ല. അങ്ങേരോട് തുറക്കാൻ പറഞ്ഞിട്ട് തുറക്കുന്നുമില്ല, അങ്ങേരെ കാണാനുമില്ല. ഇപ്പൊ ഇവരെല്ലാരും കൂടെ നല്ല പേടിച്ച് നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് കുറേയധികം സോംബികൾ വരുന്നത്. ഇവരെങ്ങനെയൊക്കെ ആ സോംബികൾക്ക് നേരെ ഷൂട്ട് ചെയ്യുമ്പോഴായിരിക്കും ഡോർ ആരോ തുറക്കുന്നത്. അത് മറ്റാരും അല്ല, നമ്മുടെ അന്യാണ്. മറ്റേ ബിസിനസ്സുകാരൻ ഇവിടെ നിർത്തിയിട്ട് പോയിട്ട് അങ്ങേരെ കാണാനില്ല. അങ്ങേര് ഇവിടെ പോയി. അങ്ങേര് മനഃപൂർവ്വം അവരെ ചതിച്ചതുപോലാണ് അവർക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇവർ പോയിട്ട് വരുമ്പോൾ ഇവിടെ കാണേണ്ടതല്ലേ. എന്തായാലും ഇവരെല്ലാരും കൂടെ അകത്ത് കയറി ഡോർ അടയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ കുറേയധികം സോംബികൾ വന്ന് ഡോർ പിടിക്കുകയാണ്. അടയ്ക്കാനായിട്ട് പറ്റുന്നില്ല. അവസാനം ആ ഡോറെല്ലാം കളഞ്ഞിട്ട് ഇവരവിടെ നോടാനായിട്ട് തുടങ്ങും. ഓടി ഹാളിൽ വരുമ്പോൾ എല്ലാവരോടും കൂടെ പറയാണ് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകണമെന്ന്. അങ്ങനെ എല്ലാ ആൾക്കാരും കൂടെ ഓടി വന്ന് ലിഫ്റ്റിൽ കയറുമ്പോൾ കുറേയധികം സോംബികൾ ദൂരെ നിന്ന് വരുന്നുണ്ട്. ആ സോംബികൾ അവരെ പിടിക്കാനായിട്ട് വരുമെങ്കിലും അന്നേരം കൊണ്ട് ലിഫ്റ്റ് അടഞ്ഞുപോയി. ഇവർ താഴെ എത്തിപ്പെടുകയാണ്. എങ്ങനെയൊക്കെ താഴെ എത്തിപ്പെടുന്നുണ്ട്. താഴെ തന്നെ ഇവരുടെ ബസ് കിടപ്പുണ്ട്. അത് എടുത്തുകൊണ്ട് പോയാൽ മാത്രം മതി. പിന്നെ ഇവരുടെ പ്ലാൻ മറ്റൊന്നുമല്ല, മറ്റേ റിച്ച് മനുഷ്യനില്ലേ, അതായത് ബിസിനസ് മാന് ഒരു ബോട്ടുണ്ട്. ആ ബോട്ട് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഐലൻഡിൽ പോയി രക്ഷപ്പെടണം. ഐലൻഡിലാകുമ്പോൾ സോംബികളൊന്നും കാണത്തില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തേക്കുന്നത്. ഇപ്പൊ എല്ലാ ആൾക്കാരും കൂടെ താഴെ വരുമ്പോൾ ആ ഒരു റിച്ച് മനുഷ്യൻ അവിടെ നിൽപ്പുണ്ട്. നമ്മുടെ CJക്ക് ദേഷ്യം വന്നിട്ട് നിനക്കുള്ള പണി പിന്നെ തരാമെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാരും ബസ്സിൽ കയറുകയാണ്. ആ ബസ് എടുത്തിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങും. എല്ലാം കൂടി ഇടിച്ച് തകർത്തിട്ടാണ് പോകുന്നത്. ഇവർ ചെന്ന് ഇറങ്ങുന്നതാവട്ടെ കുറേയധികം സോംബികളുടെ മുമ്പിലാണ്. ഈ സോംബികൾ അവരെ പിടിച്ചു വെക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കൂടെ ബസ് എടുത്തുകൊണ്ട് പോകാനായിട്ടും പറ്റുന്നില്ല. നല്ല പാടാണ്. എന്തായാലും കുറേയധികം സോംബികൾ ഈ ഒരു ട്രക്കിന് ചുറ്റും വളയുന്നില്ലേ. നമ്മുടെ CJ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അവന്റെ ഒരു ചെയിൻസോ ഉണ്ട്. ആ ചെയിൻസോ എടുത്തിട്ട് ഈ ട്രക്കിന്റെ പുറത്തോട്ടിടും. അതായത് ട്രക്കിന് ഇടയിൽ ചെറിയൊരു വിടവുണ്ട്. ആ വിടവ് വഴി പുറത്തുള്ള സോംബികളെ എല്ലാരെയും വെട്ടി വെട്ടി കൊന്നു കളയാണ്. എന്നിട്ടും കുറെ എണ്ണമൊന്നും ചാവുന്നില്ല, വീണ്ടും വീണ്ടും വരുവാണ്. അതുകൊണ്ട് തന്നെ CJ ആണെങ്കിൽ അവന്റെ ഒരു സിലിണ്ടർ ഉണ്ടായിരുന്നു, ഗ്യാസ് സിലിണ്ടർ. അത് എടുത്തിട്ട് കത്തിച്ചിട്ട് പുറത്തോട്ട് വലിച്ചെറിയാണ്. എങ്ങനെ വലിച്ചെറിഞ്ഞെന്നായിരിക്കും. അതായത് ട്രക്കിന്റെ മുകളിൽ ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്. അതുവഴി കയറിയിട്ടാണ് വലിച്ചെറിയുന്നത്. ഇത് ചെന്ന് വീഴുന്നത് ഒരു സോംബിയുടെ കയ്യിലാണ്. ആ സോംബി അത് തിരിച്ചെടുത്ത് എറിയാനായിട്ട് നിൽക്കുമ്പോൾ ഇവനാണെങ്കിൽ അവിടെ നിന്ന് ഒരു ഷോട്ട് ഗൺ എടുത്തിട്ട് അതിന് ഒറ്റ പൊട്ടിയിലാണ്. ആ പൊട്ടിയിൽ ആ സിലിണ്ടറിൽ പോയി ബുള്ളറ്റ് തട്ടുന്നുണ്ട്. ഒറ്റ പൊട്ടലാണ്. അങ്ങനെ ആ പൊട്ടൽ കാരണം കുറേയധികം സോംബികൾ ചത്തുപോകുന്നുണ്ട്. ഇവര് നല്ല രീതിയിൽ തെറിച്ച് വീഴുന്നുണ്ട്. പക്ഷെ കുറേയധികം സോംബികൾ ചത്തുപോയില്ലേ. അതുകൊണ്ട് തന്നെ ഇവർ ട്രക്ക് എടുത്തിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങും. എങ്ങനെയൊക്കെ ആ സോംബികളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടാണ് ഇവർ പോകുന്നത്. ഇപ്പൊ അവര് 2 ട്രക്കിലാണല്ലോ പോകുന്നത്. ആദ്യത്തെ ട്രക്ക് ഓടിക്കുന്നത് നമ്മുടെ ജിമ്മി, പിന്നാലത്തെ ട്രക്ക് ഓടിക്കുന്നത് പോലീസുകാരനാണ്. പോലീസുകാരൻ ഓടിക്കുന്ന ട്രക്കിന്റെ പിന്നാലെ ഒരു സോംബി തൂങ്ങി കിടപ്പുണ്ട്. ആ സോംബിനെ വണ്ടിയിൽ നിന്ന് തെറിപ്പിച്ച് കളയാനായിട്ട്, അല്ലെങ്കിൽ ദൂരെ തെറിപ്പിച്ച് കളയാനായിട്ട് പോലീസുകാരൻ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കുന്നുണ്ട്. ഇന്നേരം ഒരു അപ്പൂപ്പനാണെങ്കിൽ അവിടെ കിടന്ന ഒരു ചെയിൻസോ എടുക്കുന്നുണ്ട്. എന്തിനാ? ചുറ്റും വേറെ സോംബികൾ വരുവാണെങ്കിൽ അതിനെ വെട്ടി മുറിക്കാനായിട്ട്. ഇങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുന്നത് കൊണ്ട് തന്നെ ഈ ചെയിൻസോ അങ്ങേരുടെ കയ്യിൽ നിന്ന് സുന്ദരിയുടെ മുതുകത്ത് പോയി വീഴാണ്. അവളെ 2ആയിട്ട് വെട്ടി മുറിക്കുന്നുണ്ട്. എന്നിട്ടും ഇങ്ങനെ നിർത്തുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി അടുത്തുള്ള ആൾക്കാരെയൊക്കെ വെട്ടി മുറിക്കുകയാണ്. ഇതെല്ലാം കൂടെ ആയതും വണ്ടിയുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. കാരണം ഫ്രണ്ടിൽ
വണ്ടി ഓടിക്കുന്ന പോലീസുകാരന്റെ മുതുകത്തോട്ട് വരികയല്ലേ. അങ്ങേര് വണ്ടി വെട്ടിച്ച് അവിടെ കൊണ്ടുപോയി ഇടിച്ച് മറിക്കുകയാണ്. ആ വണ്ടിയിൽ നിന്ന് ആകെ പുറത്തോട്ടിറങ്ങി വരുന്നത് ബിസിനസ്സുകാരൻ മാത്രമാണ്. അങ്ങേര് പുറത്തോട്ടിറങ്ങി വന്നിട്ട് പെട്ടെന്ന് തന്നെ ഡോർ അടയ്ക്കുകയാണ്. അങ്ങേര് വളരെയധികം സ്വാർത്ഥനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അകത്തുള്ള ബാക്കി ജീവനുള്ള മനുഷ്യരെ ഒന്നും രക്ഷിക്കുന്നില്ല. ഇങ്ങനെ ഒറ്റയ്ക്ക് രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ്. എന്നാൽ പെട്ടെന്നായിരിക്കും ഒരു സോംബി വന്ന് ഇങ്ങനെ ആക്രമിക്കുന്നത്. ഇങ്ങരുടെ കാര്യത്തിൽ തീരുമാനമായി. എന്തായാലും മുമ്പേ പോയ വണ്ടിയിലുള്ള ആൾക്കാർക്ക് കാര്യം മനസ്സിലായി. അതായത് ജിമ്മി, അന്ന, ബാക്കിയുള്ള ആൾക്കാർ അവർ വണ്ടി ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ട് പുറത്തോട്ടിറങ്ങി വരികയാണ്. അവർ വന്ന് നോക്കുമ്പോൾ ട്രക്ക് ആകെ തകർന്ന് കിടക്കുകയാണ്. എന്തായാലും ആ നേരം കൊണ്ട് പോലീസുകാരനൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. ആ ട്രക്കിലുള്ള 2-3 പേര് മാത്രമേ ജീവനോട് ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും ചെയിൻസോ വെച്ച് വെട്ടി മുറിച്ച് കളഞ്ഞു. എന്തായാലും ബാക്കി വന്ന ആൾക്കാരെല്ലാവരും ഇപ്പൊ ഇവരിലുള്ള ട്രക്കിന്റെ അകത്തോട്ട് ഓടാനായിട്ട് തുടങ്ങും. എന്നാൽ നമ്മുടെ അന്നയും ഇതെല്ലാം നോക്കി നിൽപ്പുണ്ട്. അന്ന ഓടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും മറ്റേ ബിസിനസ്സുകാരൻ സോംബിയായിട്ട് അന്നേനെ ആക്രമിക്കാനായിട്ട് വരുന്നത്. പക്ഷെ ഇവരിൽ തോക്കാണല്ലോ ഇരിക്കുന്നത്. ഇവരുടെ കൂട്ടത്തിലുള്ള ആരോ ഒരാൾ തോക്ക് വെച്ച് ആ സോംബിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അതുപോലെ ദൂരെ നിന്ന് കുറേയധികം സോംബികൾ വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ട്രക്കിൽ കയറണം. ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും ട്രക്കിൽ കയറിയിട്ടുണ്ട്. എന്നാൽ അന്ന മാത്രം കയറിയിട്ടില്ല. കാരണം ബോട്ടിന്റെ ചാവി ആരുടെയിലാണ്? ബിസിനസ്സുകാരൻ്റെയിലാണ്. അതെടുക്കാനായിട്ട് അവള് അങ്ങേരുടെ കോട്ട് പോയി തപ്പി നോക്കുന്നുണ്ട്. ആ ചാവി എടുത്തിട്ട് എങ്ങനെയൊക്കെ ഓടി വരുമ്പോൾ കുറേയധികം സോംബികൾ അവളെ വന്ന് ആക്രമിക്കുകയാണ്. പക്ഷേ മറ്റേ ആൾക്കാരുടെ കയ്യിൽ തോക്കുള്ളത് കൊണ്ട് തന്നെ അതിനെയൊക്കെ ഷൂട്ട് ചെയ്യാണ്. അവൾ എങ്ങനെയൊക്കെ ഓടി വന്ന് ട്രക്കിൽ കയറുന്നുണ്ട്. കുറേയധികം സോംബികൾ വന്ന് ട്രക്കിന്റെ വാതിൽ പിടിക്കുമെങ്കിലും എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അത് അടയ്ക്കുകയാണ്. അത് പൂട്ടിയിട്ട് അവർ ട്രക്ക് എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അവർ ട്രക്ക് ഓടിച്ച് അവിടെ എല്ലാം ഇടിച്ച് പൊളിച്ച് ബോട്ട് കിടക്കുന്ന സ്ഥലത്ത് വരുന്നുണ്ട്. അതിന്റെ ഗേറ്റൊക്കെ ഇടിച്ച് തെറിപ്പിച്ചിട്ടാണ് വരുന്നത്. അവിടെ കൊണ്ടുവന്ന് വണ്ടി ഇടിച്ച് നിർത്തുകയാണ്. അതിൽ നിന്ന് പുറത്തോട്ടിറങ്ങി വരുന്നുണ്ട്. പിന്നാലെ കുറേയധികം സോംബികൾ വരുന്നുണ്ട്. ഇവരെ ആക്രമിക്കാനായിട്ട് വരികയാണ്. എന്നാൽ CJ ബാക്കിയുള്ള ആൾക്കാരോട് അവിടെ നിന്ന് ഓടിക്കൊള്ളാൻ പറയും. CJ സോംബികളെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അവൻ ട്രക്കിന്റെ അകത്താണുള്ളത്. എന്നാൽ അവനെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കുന്നില്ല. കുറേയധികം സോംബികൾ ട്രക്കിന്റെ അകത്തോട്ട് ഇടിച്ച് കയറുകയാണ്. എന്നാൽ അവന്റെ തോക്കല്ല ഇരിക്കുന്നത്. കുറേയധികം സോംബികൾ അവൻ ഷൂട്ട് ചെയ്തിടുമെങ്കിലും തോക്കിന്റെ ബുള്ളറ്റ് തീർന്നു പോവാണ്. അവൻ എങ്ങനെയൊക്കെ റീലോഡ് ചെയ്യുന്ന സമയത്ത് കുറേയധികം സോംബികൾ വന്ന് അവനെ കടിക്കും. പക്ഷേ അവൻ വിടത്തില്ല. ആ വണ്ടിയിൽ തന്നെ പെട്രോൾ ഇരിപ്പുണ്ടായിരുന്നു. ആ പെട്രോളിന് നേരെ അവൻ ഷൂട്ട് ചെയ്യാണ്. ഈ ഷൂട്ട് കാരണം എന്താ പെട്ടെന്ന് തന്നെ ഒരു പൊട്ടിത്തെറി നടക്കും. കുറേയധികം സോംബികൾ പൊട്ടിത്തെറിച്ച് മരണപ്പെട്ടു പോകുന്നുണ്ട്. ഈ ഒരു ആഘാതം കാരണം പുറത്തു നിന്ന് അന്നയും അതുപോലെ തന്നെ ജിമ്മിയും പിന്നെ പോലീസുകാരനും എല്ലാവരും തെറിച്ച് വീഴുന്നുണ്ട്. പിന്നെ അവരുടെ കൂട്ടത്തിൽ തന്നെ ജീവനോടെ പയ്യനും അതുപോലെ തന്നെ മോള് രക്ഷപ്പെട്ടിട്ടുണ്ട്. അവര് തമ്മിൽ ഇഷ്ടത്തിലാണ് കേട്ടോ. എന്തായാലും CJ മരണപ്പെട്ടു പോയെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും കൂടെ ബോട്ടിൽ വന്ന് കയറുകയാണ്. ബോട്ട് അവിടെ നിന്ന് എടുക്കാനായിട്ട് തുടങ്ങും. പക്ഷെ അപ്പോഴായിരിക്കും നമ്മുടെ ജിമ്മി ഒരു കാര്യം പറയുന്നത്. ജിമ്മി കൂടെ വരുന്നില്ല എന്ന്. അവൻ അവന്റെ കൈ കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ കടിയേറ്റിട്ടുണ്ട്. അവൻ കൂടെ വരുവാണെങ്കിൽ എവനും സോംബിയായി മാറിയിട്ട് ബാക്കിയുള്ള ആൾക്കാരെ കടിയും. അതുകൊണ്ട് തന്നെ അന്നയോട് അവൻ അവസാനമായിട്ട് ഒരു ബായ് പറയാണ്. അന്നയ്ക്ക് അവനും തമ്മിൽ ഇഷ്ടമായിരുന്നു. പക്ഷെ ഒരുമിച്ച് ജീവിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം അവൻ സോംബിയായിട്ട് മാറാനായിട്ട് പോവാണ്. എന്തായാലും ഇപ്പൊ പോലീസുകാരൻ ബോട്ട് എടുക്കുമ്പോൾ അതിനകത്ത് അന്നയും അതുപോലെ തന്നെ പയ്യനും പിന്നെ പെൺകുട്ടിയും മാത്രമേ ഉള്ളൂ. അവർ ബോട്ട് എടുത്തിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങും. ഈ നേരം ജിമ്മി ആണെങ്കിൽ അവിടെ നിൽക്കുന്നുണ്ട്. ഇവര് പോയതും ഒരു തോക്കെടുത്ത് അവൻ കഴുത്തിൽ ഷൂട്ട് ചെയ്ത് ചാവുകയാണ്. ഇപ്പൊ ആകെ ബാക്കിയുള്ളത് നമ്മുടെ പോലീസുകാരൻ, അന്ന, അതുപോലെ തന്നെ പയ്യനും പിന്നെ ആ ഒരു മോളും. ഇവരെല്ലാരും കൂടെ ബോട്ട് ഓടിച്ച് അതുവഴി പോവാണ്. അങ്ങനെ പോയി അവസാനം ഐലൻഡിൽ എത്തുന്നുണ്ട്. എന്നാൽ ഐലൻഡിൽ എത്തുമ്പോഴോ അവിടെ നിന്ന് കുറേയധികം സോംബികൾ ഇവർക്ക് നേരെ ഇരച്ചു വരികയാണ്. അതിന് നേരെ അവർ പോരാടുന്നുണ്ട്. അതുപോലെ ഈ അവസാനത്തെ വിഷ്വൽസ് എല്ലാം അവരെടുത്ത ക്യാമറയിലാണ് കാണിക്കുന്നത്. അതായത് അവരെടുത്ത വീഡിയോ ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ സോംബികൾ അവരെ കൊന്നു കാണാം. എന്തായാലും ഇതും കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.